Aravind, a human resource management professional with over 18 years of experience across manufacturing, FMCG, IT product, and ITS industry segments. He is currently the principal at SS Consulting Kochi and an HCM coach to IT SMEs. An alumnus of Symbiosis Institute, he has been associated with Genpact and Arbitron in the past, where he served as an associate director for organization effectiveness. He has been presented with numerous industry awards like Outstanding HR Manager Award by NIPM Kerala Chapter, SHRM India Award for Best Practices in Workplace Flexibility, etc. He is currently holding the Office of Secretary, NIPM Kerala Chapter as well. On behalf of VBA, I heartily welcome you, sir. Good evening, good afternoon rather. Thanks for inviting me. This is I'll actually step between English and Malayalam if you don't mind. നമ്മുടെ മൂന്നാമത്തെ കൊല്ലമാണ്. കുറേ അധികം ആൾക്കാർ I think majority, as per what Babil told me, is that majority are handling the HR tasks themselves, right? So നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിന് മുമ്പ് HR-നെ കുറിച്ച് ആലോചിച്ചിരുന്ന കാര്യവും ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ തമ്മിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചിട്ട് പറയാൻ പറ്റും ബിഫോർ ഐ ഗോ ഇൻ ടു ദ ടോപ്പിക്. കാരണം ഇത് പറയാൻ കോണ്ടാക്ട്സ് ഉണ്ടായി. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ആൻസർ കേട്ടിട്ട് പറയാം. കാരണം ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോകത്തെമ്പാടും ഉള്ള തെറിയെല്ലാം കേട്ട് നടക്കുന്ന സാധനമാണ്. എല്ലാ സംഭവം ഉണ്ടെങ്കിൽ അത് HR-ന്റെ അത് കേട്ട് 19 വർഷമായിട്ട് നടക്കുന്ന ആളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് പ്രചോദനം. ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് മോട്ടിവേഷൻ. സോ അത് തന്നെയാണ് പ്രചോദനം. അങ്ങനെ അല്ല എന്നും ഇൻഫാക്ട് എൻ്റെ കൂടെ ഉള്ള ആൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. ശിലനാണ് എൻ്റെ, ഞങ്ങൾ രണ്ടും കൂടെയാണ് ഈ SS തുടങ്ങിയത്. അപ്പൊ പുള്ളിയുടെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ വേൾഡ് ഓവറിൽ എന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടെങ്കിൽ വൈ കാൺ വി ഡു ഇറ്റ് ഇൻ കേരള എന്ന് ഒരാൾ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ചേർന്ന ആളാണ് 2008. അപ്പൊ ഈ സാധനവും അത് ഇല്ലാതെ ചിലപ്പോൾ ഇവിടെ വരെ ഒന്നും വരാൻ പറ്റത്തില്ലായിരിക്കും. മനസ്സിലായി? അതായത് അതിനു മുമ്പ് കേട്ടിരുന്നതും some of your questions are connected to that. ഈ റെസ്പോൺസിനകത്ത് വന്നിട്ടു ഈ ഹയർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഹയർ ചെയ്യാൻ പോകുന്നത്. ഹയർ ചെയ്തതിന് കഴിഞ്ഞാൽ പിന്നെ റീറ്റെയിൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ആദ്യത്തെ ഐ റിമെമ്പർ ഇപ്പൊ എന്റെ ആദ്യത്തെ ക്ലയന്റ് ഡച്ച് ആയിട്ടുള്ള ഒരാളാണ്. മാരീഡ് മല്ലു സെറ്റിൽ ചെയ്യാൻ. സോ ഹി ഡിഡ്ന്റ് ഹാവ് അട്രിഷൻ അറ്റ് ഓൾ. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പെർഫോമൻസിന്റെ മെഷർമെന്റ് ഒന്നും ഇല്ല. അപ്പൊ ഈ പുള്ളിയുടെ നോക്കുമ്പോഴത്തേക്ക് എല്ലാം നല്ല രസമായിട്ട് പോകുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്തത്? ഫോർ എക്സാമ്പിൾ വൺ ഓക്കെ ദിസ് ഇസ് അനദർ കമ്പനി. ഇപ്പൊ മെഷർ ചെയ്യുന്ന കോൺസെപ്റ്റ് ഇല്ലെങ്കിൽ എന്താ പറ്റുന്നത് പറഞ്ഞാൽ ഇപ്പൊ ഒരാളുണ്ട്, ഒരു എംപ്ലോയി എക്സ്. ഞാൻ ചോദിക്കുമ്പോൾ പറയും ഇയാൾ എങ്ങനെയാണ്? അടിപൊളി, വെരി ഹെൽപ്ഫുൾ പേഴ്സൺ, വെരി ഫ്രണ്ട്ലി, ഭയങ്കര രസമാണ്. കുറെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് സംസാരിക്കുക പറ്റും. ഇങ്ങനെയാണ് 5 കൊല്ലമായി വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാനിതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആയിരുന്നു ചോദിക്കും, നിങ്ങളുടെ കമ്പനിക്ക് എന്ത് ഗുണം കിട്ടും? ഇയാളെ കൊണ്ട് ഹെൽപ്ഫുൾ മറ്റൊന്ന് മനസ്സിലല്ല. പക്ഷെ പിന്നെ അപ്പോൾ തുടങ്ങും ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ മറ്റൊന്ന് മനസ്സിൽ. അപ്പൊ ഇത് അളവ് എന്ന് പറയുന്ന സാധനം ഒരു സാധനം ഉണ്ടെന്നും ഡിസ്കസ് എങ്ങനെ അളക്കാന്നുള്ള HR-നെ അളക്കാന്നുള്ള ആ സാധനം. ബിഫോർ ലെറ്റ് മീ ആസ്ക്, ലെറ്റ് മീ ഹിയർ ദ റെസ്പോൺസസ്. അപ്പൊ HR-നെ കുറിച്ച് നിങ്ങൾ ഈ മെജോറിറ്റി ആൾക്കാർ ചെയ്യുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൊണ്ടാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. സ്വന്തമായിട്ട് ചെയ്യുന്നത്. യു ഡോണ്ട് ഹാവ് എൻ HR ഡിപ്പാർട്ട്മെന്റ് ഓർ പേഴ്സൺ, ബട്ട് സം ഓഫ് യു ഹാവ് ഓഫ് കോഴ്സ്, ബട്ട് മെജോറിറ്റി ഡോണ്ട് ഈസ് വാട്ട് ഐ ഗോട്ട് ഫ്രം ദ ഡേറ്റ. അതിന് മുമ്പ്, അതായത് ഇത് തുടങ്ങുന്നതിന് സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് ആലോചിച്ചിരുന്ന കാര്യവും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ള ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ. അതൊരു സാലറി റിലേറ്റഡ് ആണ്. നമ്മൾ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്ന നല്ല സാലറി കൊടുക്കുക അല്ലെങ്കിൽ സാലറി ഹൈക്ക് കൊടുത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതിനുശേഷം സാലറി ഹൈക്കിന്റെ ഒരു വാലിഡിറ്റി അല്ലെങ്കിൽ എക്സ്പയറി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1 month ആണെന്ന് പിന്നീട് മനസ്സിലായി. കമ്പനി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായ എംപ്ലോയി നമ്മളെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു മലയാളി എംപ്ലോയി ഒരിക്കലും ചെറിയ കമ്പനികളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല.
അപ്പോൾ എപ്പോഴും വലിയ MNC കമ്പനിയിലേക്കും അതേമാതിരി വലിയ കമ്പനികളിലേക്കും അറ്റ്ലീസ്റ്റ് ഗൾഫിലെങ്കിലും ജോലി ചെയ്യാനുള്ള അവസ്ഥയിലാണ് ആള്. അപ്പൊ അതുവരെ ഒരു ടൈം ബീയിങ്ങിൽ നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യാം. അതിന് സ്യൂട്ടബിൾ ആണോ നമ്മുടെ കമ്പനിയിൽ നിന്നുള്ള ഒരു ഇന്റർവ്യൂ ആണ് സാധാരണഗതിയിൽ എന്നെ അവർ ചെയ്യാറ്. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് കാര്യം ചേട്ടൻ പറഞ്ഞതിനകത്തുനിന്ന് ഞാൻ എതിർക്കാൻ പോവാണ് ഞാൻ പറയുന്നത് വെച്ചിട്ട്. പക്ഷെ എങ്ങനെയാണെന്നുള്ളത് പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ഫേസ് ചെയ്തിരിക്കുന്ന പ്രോബ്ലം ആറ്റിറ്റ്യൂഡ് പ്രോബ്ലമാണ്. ഒരു ശരിക്കും ഈവൻ ഒരു മല്ലു ആറ്റിറ്റ്യൂഡ് തന്നെ ഒരു ഇത് പറയാം. കാരണം ഒരു ഇന്റർവ്യൂവിന് നമ്മളൊരു ആഡ് ഇട്ട് കഴിഞ്ഞാൽ ഫോൺ വിളിച്ചിട്ട് ഹലോ ഞാൻ ഇന്നയാളാണ്, ഇന്ന ഇന്റർവ്യൂ കണ്ടിട്ട് വിളിക്കുവാണ്, വേറെ എന്ത് ചോദിക്കണതിന് മുമ്പ് ആദ്യം ചോദിക്കുക എത്ര സാലറി, ജോലി എന്താന്ന് ചോദിക്കില്ല, എത്ര സാലറി, എന്ത് കിട്ടും, അതാണ് ആദ്യം തന്നെ ചോദിക്കുന്നത്. ഇനി അത് നമ്മള് ഈ ചിലപ്പോ ആരെയും കിട്ടാണ്ട് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും ഒരാളിങ്ങനെ വിളിക്കണേ. അപ്പൊ ഈ എത്ര സാലറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മള് ഞാൻ വരട്ടെ എന്ന് വിചാരിച്ചിട്ട്, കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ആളെ കിട്ടാനുള്ള ഏറ്റവും ഈ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതെന്ന് വെച്ചാൽ ഈ വന്ന് കഴിഞ്ഞ് അവരുടെ അടുത്ത് ചോദിക്കുമ്പോ ശരിക്കും നിങ്ങളിവിടെ എന്തിനാ വന്നേ, അവർക്ക് എന്താ ഉദ്ദേശിക്കണം. അതെ, അപ്പൊ നമ്മള് ഫേസ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കും ഇത്ര ആൾക്കാരെ എടുത്ത് ഈ രീതിയിൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. പക്ഷെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആദ്യം ഇവന്റെ ആറ്റിറ്റ്യൂഡ് ശരിയാക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനെല്ലാം ഞാൻ എതിർക്കാൻ പോകും. ഇതെല്ലാം തെറ്റാണെന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടാണ് 10 കൊല്ലമായിട്ടില്ല നടക്കുന്നത് എല്ലാം. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഏതൊരു റോളും ആ റോളിനെ തന്റെ സ്വപ്നമായി കാണുന്ന റോൾ പ്ലെയറെ കണ്ടെത്തുവാൻ സാധ്യമാണ്. വെറുതെ പറയുന്നതല്ല, കാണിച്ചു കൊടുത്ത് ഒരു 10 മുകളിൽ ക്ലയന്റിനോട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയും ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് തിരിച്ചങ്ങോട്ട് പോയി ഇതുപോലെ തന്നെ ചെയ്യണം. ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇപ്പൊ വരുന്നത് തിരിച്ചു പോയി 2 ഇന്റേണൽ ഇന്റർവ്യൂ ചെയ്യണം. ഇത് വരുന്നത് അപ്പൊ ഇതിനകത്ത് ഇപ്പൊ സാറ് പറഞ്ഞതിനകത്തൊക്കെ വെച്ചിട്ട് ഒരു ടേം ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നിങ്ങൾ പറഞ്ഞതിനകത്ത് ആ ടേമിന്റെ ഓപ്പോസിറ്റ് ആൾക്കാരെ പറ്റിയാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞത്. ഞാൻ പറയുന്നത് അതൊരു ഇംഗ്ലീഷ് വേർഡ് ആണ്. അതിന്റെ കറക്റ്റ് മലയാളം വേർഡ് ശരിക്കും മാറിപ്പോകും. കാൻഡിഡേറ്റ് എന്നാണ് വേർഡിന്റെ പേര്. കാൻഡിഡേറ്റ്, സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ മാറിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ കാൻഡിഡേറ്റ് മാത്രമേ കണ്ടിട്ടില്ല. അത്ര ഒരു വേർഡ് വിറ്റായിട്ടില്ല. ഈ കാൻഡിഡേറ്റ് ആലോചിക്കാം, ഈ ഉദ്യോഗാർത്ഥി നിൽക്കാം. താങ്ക്സ്. അപ്പൊ അതാണ് കാൻഡിഡേറ്റ് ആണ് ഈ സ്വപ്ന റോളായിട്ട് കാണുന്ന മനുഷ്യൻ. ഇവിടെ എന്താ സംഭവം? ചേട്ടൻ പറഞ്ഞതിനകത്ത് ആ സാധനം ഇത് കിടപ്പുണ്ട്. ഇത് അവരുടെ കയ്യിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. And that is how it should be. Right? നമ്മൾ അതിനെ നമ്മുടെ അടുത്ത് എടുക്കാൻ പോകുമ്പോഴാണ് ഈ പ്രശ്നം എല്ലാം തുടങ്ങുന്നത്. If you look at some of those questions, I would have taken some more questions, but ഇത് തുടങ്ങുന്നത് നമ്മൾ അവരുടെ കയ്യിൽ ചെയ്യേണ്ടത്. ഇത് അയാൾക്ക് എന്റെ സ്വപ്നം എന്ന് പറയുന്നത് ഞാൻ തീരുമാനിക്കും, വേറെ ആള് തീരുമാനിച്ചാൽ മതിയോ? അപ്പൊ അത് മറ്റൊരാളുടെ സ്വപ്നമായിട്ട്, അല്ലെങ്കിൽ നീ അത് സ്വപ്നമാണോ കേട്ടോ, നാളെ തൊട്ട് നിങ്ങൾക്ക് ഇതാണ് സ്വപ്നം എന്ന് പറയുന്ന രീതിയിൽ. പക്ഷെ ഇത് സ്വപ്ന റോളായിട്ട്. സോ നൗ യു ടേക്ക്, നിങ്ങളുടെ ഓരോ സംരംഭത്തിന്റെ ആലോചിച്ച് നോക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ 10 പേരായിരിക്കും വേണ്ടത്, 2 പേരായിരിക്കും വേണ്ടത്, 100 പേരായിരിക്കും വേണ്ടത്. എല്ലാത്തിനകത്തും ആൻഡ് ബൈ ദ വേ ഇതൊരു 20% കിട്ടിയാലും ബിസിനസ് നടക്കുമെന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഇത് തന്നെയുണ്ട്, സിദ്ധാന്തം തന്നെയുണ്ട്, 80-20 പ്രിൻസിപ്പിൾ. വെറേറ്റോ, അതായത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ 20% ആൾക്കാരായിരിക്കും അതിന്റെ മെയിൻ സാധനം ചെയ്യുന്നത്, ബാക്കിയൊക്കെ കൂടെ നിൽക്കും. പക്ഷെ ഇത് സാക്രോ, അത് അവിടെ നിൽക്കുന്നതല്ല, അടുത്ത സെക്കൻഡിൽ അത് വേറെ പേഴ്സൺ ആയിരിക്കും മാറും. ഇപ്പൊ നമ്മള് 4 പേരാണ് 20% ഒരു മണിക്കൂറിലെങ്കിൽ അടുത്ത 1 മണിക്കൂർ ചിലപ്പോൾ ഈ 4 പേരായിരിക്കും. അതിനെ അങ്ങനെ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ കൾച്ചർ എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് വരുന്നത്. സോ ഇതിനെ ഇതിപ്പോ കുറച്ച് നിങ്ങൾക്കൊരു ഇങ്ങനെ ഇത് കുറെ നാളെ പറയുന്ന ചെയ്തായിരിക്കും, അത് പുള്ളിയുടെ പോയ സ്ഥലത്ത് മാത്രം നടക്കും എന്നാണ് ഈ ശിലന്റെ അടുത്ത് ഒത്തിരി പേര് പറഞ്ഞ കേസ്. അതുകൊണ്ട് നിങ്ങൾ റോക്കറ്റ് സയന്റിസ്റ്റ് ഒക്കെ അല്ലേ, നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ
അപ്പൊ എനിക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോക്കറ്റ് സയന്റിസ്റ്റ് കളിയാക്കി പോലും പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ റോക്കറ്റ് സയന്റിസ്റ്റ് ആണല്ലോ. അപ്പൊ നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി സ്ത്രീകളെ കളിയാക്കുന്ന പോലെ അതല്ല ഞങ്ങൾ വെരി ഇത് അതിനകത്ത് റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ലാന്ന് തന്നെയാണ്. ഇറ്റ് ക്യാൻ ബി പോസിബിൾ ടു ഗെറ്റ് ഇൻ. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ എടുത്ത് പറയാം. Again, this example may look because it's a very famous company. The example is from Google. അത് എടുക്കുന്നതിന്റെ കാര്യം എല്ലാവർക്കും കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാതെ ഈ ഒരു ത്രെഡ് അതിനകത്ത് കിടപ്പുണ്ട്, ഗൂഗിളിൽ ചെയ്യാമെന്ന് പറഞ്ഞൊരു ത്രെഡ് കിടപ്പുണ്ട്. പക്ഷെ അത് ഞാൻ കുറച്ചൊരു കഴിയുമ്പോൾ ഇല്ലാതാകാം. ഗൂഗിള് 2010 തൊട്ട് ഹയർ ചെയ്യുന്ന രീതിയെല്ലാം മാറ്റി. 2010 മുമ്പ് അവരുടെ ഹയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 25 റൗണ്ട് ഓഫ് ഇന്റർവ്യൂസ്, 25 റൗണ്ട്സ് ഓഫ് ഇന്റർവ്യൂസ്. അത് ഓരോരുത്തരുടെ ചിലപ്പം ചേട്ടൻ പോയാൽ 5 ആയിരിക്കും, ചിലപ്പം 15 ആയിരിക്കും, 25 ആയിരിക്കും, ഇങ്ങനെ പോകും. ഇപ്പൊ ഇവരെല്ലാം എഞ്ചിനീയേഴ്സ് ആണ്. അപ്പൊ ഇവർക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി നടക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് ഈ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കി 25 ഇന്റർവ്യൂ ചെയ്തവരും ഇതൊക്കെ. അപ്പൊ മനസ്സിലായി നമ്പർ ഓഫ് ഇന്റർവ്യൂസിനും കോറിലേഷൻ ഓഫ് പെർഫോമൻസ് ഒന്നും ഇല്ലാന്നുണ്ട്, സിഗ്നിഫിക്കൻസ് ഇല്ലാന്നുണ്ട്. അപ്പൊ അവര് എന്താണ് സിഗ്നിഫിക്കൻസ് എന്ന് നോക്കി പിടിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് അവർ അപ്പൊ അവർ പ്രോജക്ട് ടോക്സി എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫൈൻഡിങ്ങിലോട്ടാണ് ഞാൻ വരുന്നത്. ഈ ദിസ് വിൽ കം ബാക്ക്. സോ നൗ അവർ അത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവരൊരു പരിപാടി ചെയ്തു. ദേ സ്റ്റാർട്ടഡ് അട്രാക്ടിങ് ഓർ ഫൈൻഡിങ് ഔട്ട് വേസ്. ഈ ഒരു ഡ്രീം ആൾക്കാരെ എങ്ങനെ നമ്മളിലോട്ട് വലിച്ചെടുക്കാം എന്നുള്ള പരിപാടി അവർ ചെയ്യാൻ തുടങ്ങി. അത് ഞാൻ സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യുകയാണ്. ഇപ്പൊ ക്രിക്കറ്റ് കളിക്കാനുള്ള അറിയാവുന്ന ഒരു മനുഷ്യൻ, നല്ലോണം ക്രിക്കറ്റ് കളിക്കാൻ, ഇങ്ങനെ ഒരാളെ കണ്ടുപിടിക്കണമെങ്കിൽ എവിടെ പോകണം? ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലത്ത് പോയാൽ ചാൻസ് കുറച്ചുകൂടെ കൂടുതലുണ്ട്. ചിലപ്പോൾ അന്നത്തെ ദിവസം അയാൾ കളിക്കുന്നില്ലായിരിക്കും, കാലത്ത് കാണത്തില്ല. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണും. അല്ലെ പറയും ഇങ്ങനെ ഒരാളുണ്ട്, ഇന്ന് വന്നിട്ടില്ല, നാളെ വരും, ഇതൊക്കെ കാണും. ഈ സാധനം ഗൂഗിൾ നോക്കുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? കമ്പനി ഈസ് ലുക്കിംഗ് ഫോർ, നിങ്ങളെല്ലാവരും നോക്കുന്നത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്. സാർ നേരത്തെ പറഞ്ഞ ആളെ വിളിച്ചത് ഏതൊരു പ്രോബ്ലം ഉണ്ട്, മാർക്കറ്റിംഗ് ആയിരിക്കും, ഇതായിരിക്കും എന്ന് പറഞ്ഞാൽ അതൊക്കെ സോൾവ് ചെയ്യണം. HR ആയിരിക്കാം, ഫിനാൻസ് ആയിരിക്കാം. അതല്ലാതെ ഒരു റീസൺ ഇല്ലല്ലോ. ചുമ്മാ വന്നിരുന്നോ, നീ വരുന്നോ, നാളെ ശമ്പളം തരാം, പൊക്കോളാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കോൺസെപ്റ്റ് ഇല്ല. സോ ഇതിനാണല്ലോ വരുന്നത്. ഇവര് പറഞ്ഞു ഓക്കെ, ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വാട്ട് ഈസ് ദ ലിങ്ക് ദാറ്റ് യു ക്യാൻ ഫൈൻഡ്? എന്തായിരിക്കും ഒരു ലിങ്ക് വരാം? ഈ ക്രിക്കറ്റ് പോലെ ലിങ്ക് ചെയ്യുവാണെങ്കിൽ അവർ പസിൽസ് എന്ന് പറഞ്ഞ സാധനം. പസിൽസിന്റെ മലയാളം പെട്ടെന്ന് വരുന്നില്ല, പക്ഷെ പസിൽസ്, അതായത് ഓരോ ഈ നമ്മളെ ഇവർ ഈ പസിൽസ് ഉണ്ടാക്കി. ഈ പസിൽസ് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പസിൽസ് സോൾവ് ചെയ്യാൻ ഇഷ്ടമുള്ളമാർ ഇത് കണ്ടുപിടിക്കും, സെർച്ച് ചെയ്യും. ഗൂഗിൾ സെർച്ച് ചെയ്ത് അവർക്ക് തന്നെയാണ് ഗൂഗിളിൽ. അപ്പൊ അവർ സെർച്ച് ചെയ്തിട്ട് ഇവർ പോയി സോൾവ് ചെയ്യും. അപ്പൊ ഇതിനകത്തൊരു കാര്യം ഇട്ടിട്ടുണ്ട്, ഇത് അവർക്കറിയാം, ഇത് കണ്ടുപിടിച്ചു. Dream world is possible and we have the ability to reach the entire world. നമ്മുടെയാണല്ലോ ഗൂഗിൾ സ്ഥാനം, നമ്മുടെ സ്വന്തം സ്ഥാനം. അപ്പൊ ഇതിനകത്ത് we are reaching all the people. We are about, I think, that point of time there were 1 million, 1.5 billion on the internet. Now it is 3.5 billion. ഇന്റർനെറ്റിൽ ആക്സസ് ഉള്ള ആൾക്കാർ, അവർക്ക് എല്ലാവർക്കും ഗൂഗിളിൽ കിട്ടുമല്ലോ. അപ്പൊ ഇത്ര ആൾക്കാർ, അപ്പൊ അവർ പ്രോബ്ലം ഒക്കെ സിമ്പിൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. നമ്മളെ ഈ ആളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത്, and by the way there are only 70,000 people right now. Then they were less than 25,000 ഈ പറഞ്ഞ സമയത്ത്. അപ്പൊ 20,000 നിന്ന് 70,000 എത്തിയിരുന്ന സാധനമാണ്. അപ്പൊ ഇവര് ഓരോ ലെവലിലെ ഇവരുടെ റോൾ ഡിസ്ക്രിപ്ഷൻ ആണ് ഈ പസിലിനകത്ത്. ഈച്ച് പസിൽ ഈസ് ടേക്കിംഗ് one level into the role. ഒരു 4-5 ലെവലായി കഴിയുമ്പം ഇപ്പം ഈ സാറാണ് അത് സോൾവ് ചെയ്തെങ്കിൽ, കാരണം ഇമെയിൽ ഐ ഡി ഉണ്ട്, എവിടെയാണെന്ന് അറിയാം, എന്നാ ഞങ്ങളിവിടെ പോരുന്നോന്ന് ചോദിക്കും. കാരണം അപ്പോഴാണ് അറിയാം ഇത് സാധനമാണ്. അപ്പൊ then you, and by the way ആ ടൈമിൽ it might happen in a period of time and they do this consistently. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ 5-6 ലെവലൊക്കെ ആയി. പിന്നെ ഓഫ് കോഴ്സ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് കാണും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഒരു ഡേറ്റ അറിയാം. മനോരമയിൽ അവിടെ എല്ലാം വായിക്കുന്നുണ്ട്. 20% of Google's employees don't have any degrees, no school, nothing. ഈ സാധനവും ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എടുത്ത് വെച്ച് നോക്കിയാൽ അതിന്റെ റീസൺ മനസ്സിലാവും. കാരണം ഇത്രയും സോൾവ് ചെയ്ത് 5 ലെവൽ 6 ലെവലൊക്കെ ചിലപ്പോൾ നമ്മളെ വഴിയില്ല, നമുക്ക് 10 ലെവൽ വേണം. അപ്പൊ 10 ബസ് ഉണ്ടാക്കണം, നമ്മൾ തന്നെ ഉണ്ടാക്കണം, HR ഉണ്ടാക്കത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് 10 രൂപ, 10 ബസ് ഉണ്ടാക്കി.
അപ്പൊ നമ്മള് 10 ബസ്സിൽ എടുത്തു കിട്ടുന്ന ആളെ പിന്നെ ആളെ എവിടുന്ന് ഇരിക്കുന്നതെന്നോ ആരും ഒന്നും നോക്കുന്നില്ല. ജസ്റ്റ് അപ്പൊ ഫൈൻഡിങ് ടാലന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഫൈൻഡിങ് ടാലന്റിന് നമ്മുടെ ഇഷ്ടമുള്ള ആള് നമ്മുടെ അടുത്ത് വന്നിട്ട് ഞാനൊന്ന് ഇരുന്നോട്ടെ കസേര ഒന്ന് ചോദിക്കുന്ന ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പൊ വേറെ രസമുണ്ട് ഇതിനകത്ത്. നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, ശമ്പളം കാര്യം ഒക്കെ ഉണ്ട്. അപ്പൊ ഫേമസ് എക്സാമ്പിൾ ഹാർവർഡ് ഗ്രാജുവേറ്റ് ആയിരുന്ന ആളാണല്ലോ ഷെറിൽ സാൻബർഗ്. ഷെറിൽ സാൻബർഗ് ഗൂഗിള് ജോയിൻ ചെയ്ത സമയമാണ്. ഹാർവർഡിൽ പാസ്സായി എല്ലാം ഇങ്ങനെ ഫേമസ് ആയിട്ട് ഇങ്ങനെ പല പല ഓഫർ വരുന്നു. അപ്പൊ ഗൂഗിൾ അന്ന് ചെറിയ കമ്പനി, പക്ഷെ ഇവർക്ക് ഓഫർ കൊടുത്തു. വേറെ അവർക്ക് വേറെ യാഹു മറ്റേ യാഹു അല്ല IBM അങ്ങനെ ഇങ്ങനത്തെ പച്ചഞ്ചർ KPMG-ലെല്ലാം ഭയങ്കര ഓഫേഴ്സുകളുണ്ട്. അപ്പൊ ഇവരോട് ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവരോട് പറഞ്ഞു, അപ്പൊ ഇവരിങ്ങനെ റോള് എന്താ എന്റെ ഡെസിഗ്നേഷൻ മറ്റേതൊക്കെ നേരത്തെ എത്ര സാലറി എന്നൊക്കെ പറഞ്ഞാല് അവിടെ അത് ചോദിക്കില്ല. പക്ഷെ എന്താ ഡെസിഗ്നേഷൻ, എന്താണ് റോള്, കരിയർ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരാളായിട്ട് പറഞ്ഞു, എടോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റോക്കറ്റാണ്. ഈ റോക്കറ്റ് കയറി ഇരിക്കുമ്പോഴത്തേക്ക് ആരും ഏത് സീറ്റാണ് ചോദിക്കത്തില്ല. അത് കാൻഡിഡേറ്റ് ഇതിൽ സെല്ലിയാണല്ലോ, ഇതിനെ പിടിക്കുകയാണ്, അതും ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഫൈൻഡിങ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളോട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു ചെറിയ ഒരു പെരുമ്പാവൂരുള്ള ഒരു ചെറിയ കമ്പനി, അല്ലെങ്കിൽ കോട്ടയത്തുള്ള ചെറിയ കമ്പനി, അല്ലെങ്കിൽ മലപ്പുറത്തുള്ള ഒരു കമ്പനിക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് കാരണം നിങ്ങളുടെ നീഡ്സ് അപ്പൊ അത്രയും വലുതായിരിക്കത്തില്ല. ഗൂഗിളിന്റെ നീഡ്സ് അല്ല നമ്മുടെ നീഡ്സ്. ഗൂഗിൾ ഹയർസ് some 5 people every year from India, top campuses. 5 പേരെ ഹയർ ചെയ്യുന്നു. ആ 5 പേരുടെ ശമ്പളമാണ് ഈ 2 കോടി. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഈ മറ്റേ നമ്മുടെ കാൻഡിഡേറ്റ്സ് അല്ലാത്ത ആൾക്കാരുണ്ട്. അതിന്റെ വേർഡ്, അതിന്റെ മറ്റേ സ്ഥലത്തുള്ള വേർഡാണ് ജോലി നോക്കി നടക്കുന്നവർ, അല്ലെങ്കിൽ ജോബ് സീക്കേഴ്സ്. ഈ ജോബ് സീക്കേഴ്സിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സാധനം എല്ലാം ചോദിക്കും. എന്റെ കസേര എത്ര നീളമുണ്ട്, എവിടെയാണ് ഇട്ടിരിക്കുന്നത്, പിന്നെ സ്ഥലമാണ്, എത്ര ശമ്പളം തരും. അപ്പോഴേ ഇത് ഞങ്ങള് ഞാനിത് പഠിച്ച വേറെ രീതിയിലാണ്. വി കെയിം ടു കൊച്ചി ആസ് എ ഫസ്റ്റ് എംപ്ലോയി. വി ചിൽഡ്രൻ ഹയറിംഗ്. നമുക്കും ഹയർ ചെയ്യണം. കേരളത്തിൽ ഇത് തുടങ്ങാൻ തീരുമാനിച്ചു, എന്താണ് ഇവിടെ വന്നു. പക്ഷെ വരാൻ തീരുമാനിച്ച് ഇവിടെ വരാനുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് സാഹചര്യം ഉണ്ട്. എന്താ പറയുക, കാരണം പ്രോഡക്റ്റ് കമ്പനിയാണ് തുടങ്ങേണ്ടത്. ഭയങ്കര ഹൈ എൻഡ് പ്രോഡക്റ്റ് ആണ്. ഇവിടെ ആളെ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഇവിടെ തീരുമാനിച്ചു പോയി ബിസിനസ് ഡിസിഷൻ. കാരണം US-ആയിട്ടുള്ള റെഗുലർ കണക്ഷൻസ് ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തിൽ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലം കൊച്ചിയാണെന്ന് കണ്ടുപിടിച്ചു. അത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ് വിശ്വസിക്കും? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. അതാ ശരി. കാരണം അത് 10-25 വർഷം മുമ്പ് ഗൾഫുമായിട്ടുള്ള ലിങ്ക് വെച്ചിട്ട് വന്നതാണ്. സോ മാക്സിമം നമ്പർ ഓഫ് ഫ്ലൈറ്റ്സ് ദാറ്റ് ഗോ ഓൺ ടു ഗൾഫ് ഫ്രോം any part of the country, any country in or any state in India happens to be from Kochi, not from Trivandrum, not from Calicut, it's from Kochi. All airlines. അപ്പൊ എന്താ പറ്റി, 21 മണിക്കൂറിൽ US-ൽ എത്താം. ഇവിടുന്ന് പോകണം, 23 മണിക്കൂർ തിരിച്ചു വരാം. ടൈം ഡിഫറൻസ്. സോ ദാറ്റ് ബിക്കെയിം എ പ്രോഡക്റ്റ് ആൻഡ് ക്യാപ്റ്റീവ് ആണല്ലോ. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ വേണം. ദാറ്റ് ബിക്കെയിം എ തിങ്, നോട്ട് ബിക്കോസ് ഓഫ് ടാലന്റ് ബൈ ദ വേ. അത് സെക്കൻഡ് ആവുന്നു. പിന്നെ നമുക്ക് എബിലിറ്റി ടു അട്രാക്ട് ആയാലും ഈ സാധനം ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കപ്പോ വെബ്സൈറ്റ് ഇല്ല. നമ്മള് ചാലഞ്ചസ് പോലെ നമ്മൾ പറയും ചെറിയ കമ്പനി, എനിക്ക് വെബ്സൈറ്റ് ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യും. വലിയ കമ്പനിക്ക് മാത്രമേ. അപ്പം അവിടെ വെബ്സൈറ്റ്, ഇന്ത്യൻ വെബ്സൈറ്റ് ഇല്ല, ഇന്ത്യയിൽ ബിസിനസ് ഇല്ല. അപ്പൊ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പൈസ മുടക്കത്തുമില്ല. അപ്പൊ ഞങ്ങൾ അതിനെ തന്നെ മാറ്റി. അപ്പൊ നമ്മള് ഓക്കെ, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനെ വിളിച്ചിട്ട് പറയും, ഇതാണ് കമ്പനി, വി ആർ എ മീഡിയ മെഷർമെന്റ് കമ്പനി, യു പ്ലീസ് ഗോ ടു അവർ പേരന്റ് കമ്പനീസ് വെബ്സൈറ്റ് ആൻഡ് ദെൻ കം ബാക്ക് വിത്ത് എ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇതാ പറയുന്നത്, നിങ്ങൾ പോയി നോക്കിയിട്ട് നിങ്ങളുടെ ചോദ്യങ്ങളുമായിട്ട് തിരിച്ചു വരാൻ ഞങ്ങൾ നാളെ വിളിക്കും. ഞാനായിരിക്കും വിളിക്കുന്നത്. ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ 6:30-ഒക്കെയാണ് വിളിക്കുന്നത്. അവരുടെ ഓഫീസെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം അവർ വീട്ടിലെത്തി ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ വിളിക്കുന്നത്. അത് 10-11 മണി വരെ പോകും, 2-3 പേരെ വിളിക്കുള്ളൂ ഒരു ദിവസം. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഇതാണ്, സോ വാട്ട് ഡിഡ് യു മേക്ക് ഓഫ്, വാട്ട് ഹാപ്പൻ, എന്താണ് അവിടെ പോയിട്ട് നിങ്ങൾക്ക് കണ്ടത്. അപ്പൊ കാൻഡിഡേറ്റ് ബിഹേവിയർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും റെസ്പോൺസ് ഒന്ന് ആലോചിച്ച്. നിങ്ങൾ ഇത് ജനറൽ ആണ്, അതാ ഞാൻ ഓപ്പൺ ചെയ്തു. നിങ്ങളത് ചെയ്തല്ലോ, അങ്ങനെ അല്ല ഇത്. കാൻഡിഡേറ്റ് ബിഹേവിയർ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലായിരിക്കും അവർ പെരുമാറുന്നത്. എന്തായിരിക്കും ചോദിക്കുന്നത്? സാലറി ചോദിക്കും. സാലറി ചോദിക്കുന്ന കാൻഡിഡേറ്റ് ബിഹേവിയർ അല്ല. കാൻഡിഡേറ്റ് ബിഹേവിയർ ആണെങ്കിൽ എന്ത് ചോദിക്കും? കാൻഡിഡേറ്റിനാണല്ലോ നമ്മൾ നോക്കുന്നത്.
എന്താ കുറച്ചുകൂടെ ഒന്ന് ഇതാക്കാം. എന്താണ് എന്റെ റോൾ എന്ന് ചോദിക്കും. ഓക്കെ, വാട്ട് ഈസ് മൈ കരിയർ ഗ്രോത്ത്? ഇതൊന്നും ഇത് ഒരു വെബ്സൈറ്റിൽ 60 വർഷമായിട്ടുള്ള ഒരു കമ്പനിയുടെ US വെബ്സൈറ്റിൽ പോയി നോക്കിയിട്ട് തിരിച്ചു വരുന്ന ആളാണ് പറയുന്നത്. ആണും പെണ്ണും അല്ല, എല്ലാ ആൾക്കാരും സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആണ്. ഏത് പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇതൊന്നും ഞങ്ങളുടെ കേസിൽ നടന്നില്ല. കാരണം എന്താണെന്നറിയോ, മീഡിയ മെഷർമെന്റ് എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ ആർക്കും അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരു മെഷർമെന്റ് എനിക്ക് തന്നെ അറിയത്തില്ല, മീഡിയ മെഷർ ചെയ്യുന്നു. അപ്പൊ മെഷർമെന്റ് അറിയാത്തതുകൊണ്ട് ഇവരിങ്ങനെ ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചു? Where is software development in this whole thing? What kind of software are you developing? What are you guys doing in Kochi? വേറെ ഒരു സ്ഥലവും കണ്ടെത്തി. ഇതൊക്കെയാണ്. ആരായിരിക്കും ചോദിക്കുന്നത്? കാൻഡിഡേറ്റ് ചോദിക്കുമോ, ജോബ് സീക്കർ ചോദിക്കുമോ? കാൻഡിഡേറ്റ് ചോദിക്കുമോ? ജോബ് സീക്കർ ചോദിക്കും. കാൻഡിഡേറ്റ് ചോദിക്കുന്നത് നിങ്ങളൊന്ന് പറഞ്ഞു എന്തായിരിക്കും? നിങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നേ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് എല്ലാവർക്കും ചെയ്യാൻ സാധനം. എവിടെയാണ് ഓഫീസ്? അല്ല, അതും ജോബ് സീക്കർ അല്ല. ഞാനിത് പറഞ്ഞ എക്സാമ്പിളോട് കണക്ട് ചെയ്ത്, അതായത് മറ്റേ പസിലൊക്കെ സോൾവ് ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആൾ ചോദിക്കുന്നത് സാറേ വന്നോന്ന് ചോദിച്ചാൽ പിന്നെ ഒരു സംഭവമൊന്നുമില്ല. അപ്പൊ തിരിച്ച് ഗൂഗിൾ ചോദിക്കുന്ന ഇതാണെങ്കിൽ നിങ്ങൾ എവിടെ ഇരുന്നാൽ ചെയ്തോ, കാരണം ഇവനിത് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചല്ലോ. യു ഓൾറെഡി ഫൗണ്ട് ഔട്ട് ദാറ്റ് ദിസ് ഈസ് യുവർ ഐഡിയൽ ഗൈ. അപ്പൊ പിന്നെ എന്തായി, നേരെ തിരിഞ്ഞ് എത്ര മണിക്കൂർ ചെയ്യാൻ പറ്റും എന്നായില്ലേ ചോദ്യം. എത്ര തരണം എന്നായി തിരിച്ച്. ബിക്കോസ് യു ഗോട്ട് ദിസ് ലെവൽ. ആൻഡ് ബൈ ദ വേ ലോട്ട് ഓഫ് അവർ കേസ് നമ്മുടെ ഒരു 50-70% ആൾക്കാർക്ക് ഇത്രയും നീടൊന്നും ഇല്ല എന്ന് മനസ്സിലാവും. അപ്പൊ ഇത്രയും നീടുള്ള ആൾക്കാർക്ക് ചെയ്യാമെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാന്നൊരു സാധനം അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഓക്കെ, കാൻഡിഡേറ്റ് എന്തായിരിക്കും ചോദിക്കുന്നത്? മനസ്സിലായി? ഈ രണ്ട് തമ്മിലുള്ള വ്യത്യാസം പിടിയിട്ടില്ല. ഈ 1-2 എക്സാമ്പിൾ എടുക്കുമ്പോൾ പിടിയിടും. അതായത് എന്തായിരിക്കും ചോദിക്കുന്നത്. ഇത് വേറൊരു കമ്പനിയുടെ വേണം എടുക്കാം. ഇപ്പൊ ഇവിടെ മേ ബി ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ ഓഫ് എനിവൺ. ആരെങ്കിലും ഒരു വോളണ്ടിയർ നിങ്ങളുടെ കമ്പനിയെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ അത് വെച്ച് പറയാം. സാറിന്റെ കമ്പനി പറയാം, എനിക്ക് കുറച്ചറിയാവുന്ന. Okay, so GDS Perfumery Private Limited. And he's been in one of my sessions earlier. That's why I know him. So, ഈ കമ്പനിയെ കുറിച്ചാണെങ്കിൽ എന്ത് ചോദിച്ചാൽ പുള്ളിക്കാരന് ഇൻട്രസ്റ്റ് വരും. കാൻഡിഡേറ്റ് ആണോ, പെർഫ്യൂമറി ആണ്. മാർക്കറ്റിലെ ട്രെൻഡ് മാത്രമല്ല, ഇത് എന്താണ് ആ സാധനമെന്നും ഇപ്പൊ അവിടെ എങ്ങോട്ടാ പോകുന്നതെന്നും ഇത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നതെന്നും ഇങ്ങനെ പോയാൽ എവിടെ എത്തുമെന്നും ഒക്കെ പഠിച്ചിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് വാപ്പ ഇതിനെ കുറിച്ച് നിങ്ങൾ എന്താ ചെയ്യുന്നത്? By the way, this industry is going in this level. This is where the whole decision has been, right? And this particular policy of the government will impact this company in this particular manner. What is your response to that? അതിനെ കുറിച്ച് നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? അവന്റെ സ്വപ്നസാനാകുമ്പോഴത്തേക്ക് ഇതൊക്കെ ചോദിക്കല്ലേ പറ്റും. നമ്മൾ പൈസ കൊടുത്തിട്ടല്ല ചെയ്യുന്നത്. ഇറ്റ് ഈസ് അവൈലബിൾ ബൈ ദ വേ. അപ്പൊ ഇതിനകത്ത് 2 കാര്യമുണ്ട്. ഇത് വെബ്സൈറ്റിൽ അങ്ങനെ ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം റെഡിയാക്കും നമ്മളെ പറ്റി. ആ സാധനം ആർബിട്രോണിന്റെ വെബ്സൈറ്റിൽ അവിടെ ഉണ്ടായിരുന്നു. സോ നം ഓഫ് ദ കാൻഡിഡേറ്റ് ദാറ്റ് കെയിം ടു us was like, oh, you have something called PPM. What is the technology behind that? Where do my role fit in there? I am this thing, you must have seen it. You call me, that means നല്ല ആൾക്കാർക്ക് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവന്മാരെ ആലോചിച്ചിട്ടുണ്ടെന്ന് അവനാണ് മനസ്സിലായി. Where do you see my role fit? അത് തന്നെ സാറ് ചോദിച്ച കാര്യം തന്നെ. പക്ഷെ എന്താണ് സാധനം? ക്വസ്റ്റ്യൻസ് ഡിഫറൻസ് മനസ്സിലായി. ഇത് പെർഫ്യൂമറി എന്നല്ല, നിങ്ങൾ ഏത് കമ്പനി, ഫർണിച്ചർ ആണെങ്കിൽ ഫർണിച്ചർ, ഏത് സാധനമാണെങ്കിലും ഇത് കണക്ട് ചെയ്യാൻ പറ്റണം. കമ്പനി എത്തിച്ചേരാത്ത മേഖലകളെ കുറിച്ചിട്ട് ഒരു പറയാം. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇവനെയാണ് വേണ്ടത്. അപ്പൊ ബൈ ദ വേ ഇത് വേറൊരു സാധനമാണ്. ഇതിനകത്ത് ന്യൂറോ സയൻസ്, ബ്രെയിൻ സയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്കറിയാം ഒരു ഈ മോട്ടിവേഷൻ തിയറി ഉണ്ട്. ഐ ആം ഗോയിങ് ടു ദാറ്റ് നൗ. ലെറ്റ് us leave it here. ഇത് ഇവിടെ നിന്ന് നിന്നിട്ട്
ഇതിന് ഞാൻ ഇതിപ്പോ അനീഷ് പറഞ്ഞാൽ മാത്രം നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. അതുകൊണ്ട് ഒരു ചെറിയൊരു 2009 നടന്ന ഒരു പുസ്തകം എഴുതിയ ഒരാളുണ്ട്, ഡാനിയൽ പിങ്ക്. ആ ഡാനിയൽ പിങ്കിന്റെ പുസ്തകത്തിനെ ഒരു 10 മിനിറ്റ് ആക്കി ഒരു ആനിമേറ്റർ ഒരു പരിപാടി ചെയ്തു. അത് നമുക്കൊന്ന് കണ്ടുപോകാം. അതാണ്. അപ്പൊ അതിനെ കുറിച്ച് പറയാം. ആ മോട്ടിവേഷൻസ് ആർ അൺബിലീവബിളി ഇൻട്രസ്റ്റിംഗ്. ഇത് എന്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് എന്തുകൊണ്ട് why would that guy go and do all those research എന്നതിനെ കുറിച്ചായി പറയുന്നത്. Why would the candidate go? Why would അപ്പൊ അത് മനസ്സിലായി കഴിഞ്ഞാൽ ജോബ് സീക്കർ പറ്റാതെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുള്ളൂ. അതിനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. And this is a study which happened between I think about 5 to 6 years നടന്നാണ് ഈ പുസ്തകം എഴുതാൻ വേണ്ടി. ഡ്രൈവ് എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. It's available now, but and we'll see what he's trying to do. ഞാനത് കുറച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു. Few years, and I just find the topic still so amazingly engaging and interesting. So I want to tell you about that. The science is really surprising. The science is a little bit freaky. Okay, we are not as endlessly manipulable and as predictable as you would think. There's a whole. ഇയാൾ പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളെ പ്രെഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് സയൻസ് പറയുന്നത്. Still so amazingly engaging and interesting. So I want to tell you about that. The science is really surprising. The science is a little bit freaky. Okay, we are not as endlessly manipulable and as predictable as you would think. There's a whole set of unbelievably interesting studies. I want to give you 2 that call into question this idea that if you reward something, you get more of the behavior you want. If you punish something, you get less of it. So ഇത് ഇത്രയും മനസ്സിലായില്ലേ? അതായത് അൺബിലീവബിൾ ആയിട്ടുള്ള കുറച്ച് സാധനം വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായ കാര്യം ഇതിനകത്ത് കിടപ്പുണ്ട്. സാറിന് എല്ലാവരുടെയും വിചാരം എന്താണ്, ഒരു സാധനത്തിന് എന്തെങ്കിലും റിവാർഡ് കൊടുത്താൽ ആ സാധനം പിന്നെയും കിട്ടും, ചെയ്യും. നീ അത് ചെയ്യും, നീ 100 എണ്ണം ചെയ്തോണ്ട് പോവാ, നിനക്ക് ഇത്രയും തരാന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം 100 ചെയ്യുന്നതാണ് വെപ്പ്. ഓക്കെ, ഇതെന്താ ഇയാൾ കണ്ടുപിടിച്ചെന്ന് പറയാം. Let's go from London to the mean streets of Cambridge, Massachusetts, in the northeastern part of the United States. And let's talk about a study done at MIT, Massachusetts Institute of Technology. Here's what they did. They took a whole group of students and they gave them a set of challenges. Things like memorizing strings of digits, solving word puzzles, other kinds of spatial puzzles, even physical tasks like throwing a ball through a hoop. ഇവരെന്താ ചെയ്യുന്ന പറഞ്ഞാല് MIT-യിൽ പോയി. MIT is one of the the premier management and scientific institutes. In fact, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ സാധനങ്ങളില്ലേ, സോഫ്റ്റ്വെയർ ഓട്ടോമേഷൻ കോഡ്, ഇതൊക്കെ ഒരു 15 കൊല്ലം മുമ്പ് MIT-യിലെ പ്രോട്ടോടൈപ്പ് ആയിട്ട് വന്നിട്ട് റെഡി ആയിട്ടിരുന്ന നമ്മുടെ ഇന്ത്യൻ നാസ്കോം ഉൾപ്പെടെയുള്ള പല ഇതിന്റെ ഭാഗമായിട്ടാണ് അത് പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് ദെയർ അവൈലബിൾ. ഇപ്പോഴാണ് അതെല്ലാം വന്ന് RPA ആയി മറ്റു പല സാധനങ്ങളായി. സോ MIT is that advanced. അപ്പൊ അവിടുത്തെ സ്റ്റുഡൻസിനാണ് ഈ പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചത്. Okay, they gave them these challenges and they said to incentivize their performance, they gave them 3 levels of rewards. Okay, so if you did pretty well, you got a small. To incentivize the performance, sales team ഉള്ളവർക്ക് എല്ലാവർക്കും ആ വേർഡ് കറക്റ്റ് ആയിട്ട് അറിയാം. Incentivize their performance. 3 ലെവലുള്ള പാരിതോഷികങ്ങൾ കൊടുത്തു. Okay. Monetary reward. If you did medium well, you got a medium monetary reward. And if you did really well, if you were one of the top performers, you got a large cash prize. Okay? We've seen this movie before. This is essential. ഈ സിനിമ നേരത്തെ കണ്ടാന്നാ പറയുന്നത്. ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ കൊടുത്താൽ കൂടുതൽ ചെയ്യും അല്ലേ? സംശയമൊന്നുണ്ടല്ലോ. A typical motivation scheme within organizations, right? Typical motivation scheme within organization. നമ്മളെല്ലാവരും, അതായത് 2009 എന്ന് പറയുമ്പോഴത്തേക്ക് കുറെ കമ്പനീസ് ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാ സ്ഥലത്തും ഉള്ള മോട്ടിവേഷൻ സ്കീം അതാണ് ഞാൻ പറഞ്ഞത്. HR ആണല്ലോ മോട്ടിവേഷൻ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ HR-ന് പെരുകിട്ടുന്നതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. Reward the very top performers, we ignore the low performers, and the other folks kind of in the middle. Okay, get a little bit. So what happens? They do the test, they have these incentives. Here's what they found out. 1, as long as the task involved only mechanical skill, bonuses work as they would be expected. The higher the pay, the better the performance. മനസ്സിലായോ? As long as the task involved mechanical skills, അതായത് എന്താണ് ഫിസിക്കൽ ലേബറോ എന്തെങ്കിലും ഉണ്ടോ, ബേസിക്കലി ഫാക്ടറിയോ എന്തെങ്കിലും സെറ്റ് ആയിട്ടുള്ള പ്രോസസ്സോ, അതായത് തല ഉപയോഗിച്ചിട്ടുള്ള ഒരു പണിയല്ല,
സാധനം എടുത്ത് അവിടെ കൊണ്ടുവെക്കുക, ഇങ്ങനെ ചെയ്യുക. മെക്കാനിക്കൽ സ്കിൽസ്, യു ക്യാൻ ഇമാജിൻ വേരിയസ് മെക്കാനിക്കൽ സ്റ്റഫ്. അങ്ങനെയുള്ള കേസസിലെല്ലാം എന്ത് പറ്റി? റിവാർഡ്സ് പെർഫോമൻസും ഇൻക്രീസ് ചെയ്തു. റിവാർഡ്സ് കൂടിയപ്പോൾ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്തു. ഇനിയാണ് സർപ്രൈസിംഗ് ഫൈൻഡിങ് വരുന്നത്. Okay, that makes sense. But here's what happens. But once the task called for even rudimentary cognitive skill, a larger reward led to poorer performance. അതായത് തല ഉപയോഗിക്കാനുള്ള റൂഡിമെന്ററി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നെങ്കിൽ റിവാർഡ് കൂടിയപ്പോൾ പെർഫോമൻസ് താഴോട്ട് പോയി. അതെന്താ എന്നുള്ളതാണ് വരുന്നത്. റൂഡിമെന്ററി കോഗ്നിറ്റീവ് സ്കിൽസ്, അതായത് കുറച്ചെങ്കിലും തലയുടെ ഒരു ചെറിയ അംശമെങ്കിലും. അതിനകത്ത് നമ്മൾ വേറെ പഠനങ്ങളുണ്ട്. ഐൻസ്റ്റീൻ 10% ഉപയോഗിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പഠനങ്ങളുണ്ട്. അപ്പൊ അതുപോലെ മേ ബി 0.01% കമ്പയർ ടു ഐൻസ്റ്റീൻ അത്രയുള്ളതുണ്ടെങ്കിൽ റിവാർഡ്സ് ഡിക്രീസ് പെർഫോമൻസ് എന്നാണ് കണ്ടുപിടിച്ചത്. Now he's going to explain why. Now this is strange, right? A larger reward led to poor performance. How can that possibly be? Now what's interesting about this is that these folks here who ഇനി ഇതിങ്ങനെ ഒരു നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ഭയങ്കര എതിർക്കുന്ന ഒരു സാധനം പറഞ്ഞുകൊണ്ട് ഈ പഠിച്ച ആളെ, അതായത് ചെയ്യിച്ച ആളെ പറ്റി ഒന്ന് പറയുമോ? ആരാ അത് ചെയ്യിച്ചതെന്ന് പറഞ്ഞാലേ നമ്മൾ വിശ്വസിക്കുള്ളൂ. അതിനാണ് ഇനിയിപ്പോ പറയാൻ പോകുന്നത്. ആരാ ചെയ്യിച്ചത്? who did this are all economists, two at MIT, one at the University of Chicago, one at Carnegie Mellon. ഈ 3 മേജർ തലത്തിലുള്ള എക്കണോമിക്സ് ആണ് ഈ സ്റ്റഡി ചെയ്യിച്ചത്. Okay, the top tier of the economics profession, and they're reaching this conclusion that seems contrary to what a lot of us learned in economics. ബേസിക്കലി ഇതിനകത്ത് നോബൽ പ്രൈസ് വിന്നിംഗ് എക്കണോമിക്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അവരാണ് ഈ എല്ലാവരും ചെയ്യുന്നത്. ഇപ്പൊ കറന്റ് നോബൽ പ്രൈസ് വിന്നർ, that is 2017 നോബൽ പ്രൈസ് വിന്നർ is from University of Chicago. റിച്ചാർഡ് താലർ എന്ന് പറഞ്ഞ മനുഷ്യനാണ്. ബിഹേവിയറൽ എക്കണോമിക്സിനാണ് കിട്ടിയത് കേട്ടോ, സാധാരണ എക്കണോമിക്സിനല്ല. Which is that the higher the reward, the better the performance, and they're saying that once you get above rudimentary cognitive skill, it's the other way around. Which seems like this kind of, the idea that these rewards don't work that way seems vaguely left-wing and socialist, doesn't it? It's kind of this kind of weird socialist conspiracy. For those of you who have those conspiracy theories, I want to point out the notoriously left-wing socialist group that... ഇനി ഇത് സ്പോൺസർ ചെയ്ത ആരാന്നാണ് സോഷ്യലിസ്റ്റ് ആണെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ സ്പോൺസർ ചെയ്ത ആരെങ്കിലും കൂടെ നോക്കാനാണ് ബിഫോർ യു ജംപ്. Finance the research, the Federal Reserve Bank. So this is the mainstream of the mainstream coming to a conclusion that's quite mainstream of the mainstream. അതായത് വേൾഡിൽ തന്നെ ഏറ്റവും മുന്തിയതായിട്ടുള്ള ആൾക്കാർ, ആ ഏരിയയിലുള്ള ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുള്ള സാധനമാണ് ദാറ്റ് തല ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ റിവാർഡ് കൊടുത്താൽ പെർഫോമൻസ് കുറയും. It seems to defy the laws of behavioral physics. So this is strange. It's strange finding. So what do? They say, this is freaky. Let's go test it somewhere else. Maybe that $50 or $60 prize isn't sufficiently motivating for. ഇപ്പൊ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഓക്കെ അത് അമേരിക്കയിൽ നടന്നു, എന്നാൽ നമുക്ക് വേറൊരു സ്ഥലത്ത് പോയി ടെസ്റ്റ് ചെയ്യാം. അമേരിക്കയിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞോളെ ഗൂഗിളിൽ നടക്കും, കേരളത്തിൽ നടക്കത്തില്ല എന്ന് പറയുന്ന സാധനമാണ്. അപ്പൊ ഇന്ത്യയിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകും, എവിടെയാ വന്നെന്ന് MIT, right? So let's go to a place where $50 is actually more significant relatively. Right, so let's take the experiment. We're going to go to Madurai, India, rural India, where $50, $60, whatever the number was, is actually a significant sum of money. So they replicated the experiment in India roughly as follows. Small rewards, the equivalent of 2 weeks' salary. ഇവിടെ വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം, $50 എന്ന് പറഞ്ഞാൽ നല്ല പൈസയാണ്. ഏത് 2000-ലാണെങ്കിൽ എന്താണെങ്കിലും 40 രൂപയ്ക്ക് മുകളിലായിരുന്നു. അപ്പൊ മധുരയിൽ വന്നിട്ട് സ്റ്റഡി small performance, low performance, 2 weeks salary, medium performance, about a month's salary, high performance, about 2 months salary. Okay, so those are real good incentives. Okay, so you're going to get a different result here. Well, what happened though was that the people offered the medium reward did no better than the people offered the small reward. അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കണ്ടുപിടിച്ചില്ല, മീഡിയവും സ്മോളും തമ്മിൽ. But this time around, the people offered the top reward. They did worst of all. ജോബ് കൊടുത്തയാൾ ഏറ്റവും താഴെ. അപ്പൊ സയൻസിന് ഒരു സംഭവമുണ്ട്. കാരണം ഒരാളിപ്പോ ഞാനും സാറും കൂടെ ഒരു സയൻസ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ രണ്ടുപേരും നോക്കിയാലും അത് തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യപ്പെടണം, അല്ലാതെ സയൻസ് അല്ലാതെ. അപ്പൊ സയൻസ് അല്ല, സൂഡോ സയൻസ് പറയും. ഇവിടെ ഞങ്ങളിപ്പോ
വിക്കിപീഡിയയിൽ ഒരു സൂഡോ സയൻസിനായിട്ട് കുറെ സംഭവങ്ങൾ ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് ഞങ്ങൾ ഇൻവോൾവ് ആയിട്ട് കുറച്ച് പരിപാടി ചെയ്യുന്നു. സൂഡോ സയൻസ് എന്ന് പറയും. പക്ഷെ ആ സയന്റിസ്റ്റും പറയുന്ന അതാ സയൻസ് എന്ന്. പക്ഷെ now this is proven now that this is where it is. Higher incentives led to worse performance. What's interesting about this is that it actually isn't all that anomalous. This has been replicated over and over and over again by psychologists, by some extent by sociologists, and by economists, over and over and over again. ഇനി അവർ പറയുന്നത് പറഞ്ഞാൽ ഇത് വലിയ സംഭവമൊന്നും അല്ല, കാരണം ഇത് തന്നെ പലതരത്തും അല്ലാതെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ എക്സാമ്പിൾസ് എടുക്കാൻ പോകണം. By the way, this is ഒരു 400-page ബുക്കിനെ ഒരു 22 മിനിറ്റ്സിന്റെ ടെഡ് ടോക്കിൽ നിന്ന് അതിലും സിംപ്ലിഫൈ ആയിട്ട് ഇതിനകത്ത് ആക്കിയിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണേ ആ 3 ലിങ്ക് അയച്ചു തരാം. മൈ തിങ് ഇസ് ഇത് മാത്രം ഞാൻ പറഞ്ഞ മാത്രം വെച്ചിട്ട് ഗോ ആൻഡ് ലിസൺ ടു ഓൾ ദീസ് 3 ആൻഡ് മേ ബി ഈവൻ ബൈ ദ ബുക്ക്, ബിക്കോസ് അത് അതുപോലത്തെ ബേസ് ആണ്. കാരണം ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മറന്നു പോകാതിരിക്കണമെങ്കിൽ ഇത് നമ്മൾ തന്നെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ ഇത് മനസ്സിലാവും. അത് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. കളിച്ചു കഴിഞ്ഞാൽ ഞാൻ കളിക്കുമ്പോഴത്തേ ഈ ക്രിക്കറ്റ് മറ്റേ പിന്നെ ഹോസ്റ്റലിൽ പഠിക്കാൻ പറ്റത്തില്ല, പോയിരുന്ന് ശരിക്കും സ്വിമ്മിങ് പഠിക്കുന്ന പോലെ ലൂസ് ആയിട്ട്. അപ്പൊ അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മളൊരു പ്ലേ സ്റ്റേജിൽ എത്താൻ പറ്റും. ഓൺലി ദെൻ വി കൻ ഇംപ്ലിമെന്റ് ആൻഡ് ദിസ് ഇസ് പോസിബിൾ എവരിവെയർ എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ്. അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ അതെടുത്ത് തരാം, ക്ലാരിഫൈ ചെയ്യാം. For simple, straightforward tasks, those kinds of incentives, if you do this, then you get that. There. അതായത് സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡിലാണെങ്കിൽ നടക്കും, ഇത് വർക്ക് ചെയ്യും. എല്ലായിടത്തും ഉപയോഗിക്കണമെന്നല്ല, പക്ഷെ എവിടെ ഉപയോഗിക്കണമെന്ന് അറിയണം. ഇത് ചെയ്യേണ്ടാത്ത സ്ഥലത്ത് ഇത് തന്നെ പറയട്ടെ. ഒരു സംഭവം പറഞ്ഞാൽ ഇതിന് വേറെ ഇതുണ്ട്. ഒരാള് നിങ്ങൾ ഹയർ ചെയ്തു, അയാളുടെ ഡ്രീം സാലറി എന്ന് പറയുന്നത് 5000 രൂപയാണ് എന്നിരിക്കട്ടെ. ഇത് കണ്ടുപിടിക്കാൻ മെത്തഡോളജി ഉണ്ട്. അത് കണ്ടുപിടിച്ചതിന് ശേഷം പുള്ളിക്ക് 5500 കൊടുത്താൽ പുള്ളി റെഡിയായി. പക്ഷെ 10000 രൂപ വെച്ച ഒരു മനുഷ്യനാണ് നിങ്ങൾ ഈ 5500 രൂപ കൊടുത്തെങ്കിൽ അയാൾ പണി തന്നിട്ട് പോകും, വേണ്ടെന്ന് പറയത്തില്ല, വരും. സോ ദിസ് ഇസ് വൈ ഈ ഇങ്ങനത്തെ സ്റ്റഡീസ് നമ്മൾ കണക്ട് ചെയ്യണം. നമ്മളൊരു ഞാനൊരു ചെറിയ കമ്പനി നടത്തുന്നു, എനിക്ക് എന്താണ് ഇതാണല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ പണി കിട്ടിയിട്ട് പറയും. ഇതൊക്കെ അവൈലബിൾ. ഇതൊന്നും എത്ര പേര് ഇത് കണ്ടിട്ടുണ്ട് നേരത്തെ? ഒരു കൈ പോലും ഇല്ല. ഇതിനകത്ത് യൂട്യൂബിൽ ചുമ്മാ RSA അനിമേറ്റ് ഡാനിയൽ പിങ് മോട്ടിവേഷൻ നല്ല മോട്ടിവേഷൻ ഇട്ടാലും വരും. Okay, we'll complete this. Great. For tasks that are algorithmic, set of rules where you have to just follow along and get a right answer, if then rewards, carrots and sticks, outstanding. But when the task gets more complicated, when it requires some conceptual, creative thinking, those kinds of motivators demonstrably don't work. In fact, money is a motivator at work, but in a slightly strange way. If you don't pay people enough, they won't be. ഞാൻ നേരത്തെ പറഞ്ഞു, ഇഫ് യു ഡോണ്ട് പേ പീപ്പിൾ ഇനഫ്, ഈ 5000 വേണമെന്ന് പറഞ്ഞ ആൾക്ക് 5250 കൊടുത്താലും റെഡിയാണ്. അപ്പൊ ഇനഫായി പുള്ളിക്ക് 5000 കൊടുത്താലും മതി. ഇപ്പൊ there are good things. Yesterday I got a call. I'll not name the person because it's a most. എനിക്ക് കുറച്ച് പ്രോഫിറ്റ് ഷെയറിംഗ് ചെയ്യണം. പ്രോഫിറ്റ് ഷെയറിംഗ് ഉണ്ട്, അത് എങ്ങനെ ചെയ്യണം. സോ 8 minutes it took me to explain that. പുള്ളി പറഞ്ഞു ഞാൻ ഒരു പോന്ന് പറഞ്ഞ അത്, പക്ഷെ എനിക്ക് കുറെ സമയം. ഞാൻ പറഞ്ഞു ഞാനെനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ 8 മിനിറ്റ് എടുക്കുള്ളൂ, നിങ്ങൾ ഒരു അരമണിക്കൂർ മുടക്കിയാലും നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം ഇതിനും അപ്പുറത്തായിരിക്കും. ബിക്കോസ് ഹൗ ടു ഗെറ്റ് ദാറ്റ് തിങ് നമ്മൾ പറഞ്ഞപ്പോ എല്ലാവരും ഡിസൈൻ തിങ്കിങ് ഒക്കെ പറഞ്ഞു നടക്കും. പക്ഷെ ഈ ഡിസൈൻ തിങ്കിങ് ഉപയോഗിച്ച് നമ്മുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആണ് നമുക്ക് അതിന്റെ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ വെരി ഫ്രണ്ട്ലി പേഴ്സൺ, എല്ലാം ഭയങ്കര നല്ലതാണ്, കമ്പനിക്ക് കാര്യമുള്ളത്. അങ്ങനെയുള്ളവർ നമ്മുടെ ജോബ് സീക്കർ ആയിട്ട് മാറത്തേ ഉള്ളൂ. ഓക്കെ. Motivated. What's curious about, there's another paradox here, which is that the best use of money as a motivator is to pay people enough to take the issue of money off the table. അതായത് പൈസ എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ചുള്ള അവന്റെ തോട്ട് എടുത്ത് മാറ്റുക. അതിപ്പോ സാറ് നേരത്തെ പറഞ്ഞല്ലോ, 1 മാസേ അവിടെ നിൽക്കുള്ളൂ. ഇൻഫാക്ട് ഞങ്ങൾ ആസ് എൻ HR interviewer, you know the toughest challenge I get is to find out the correct salary of senior people. അറിയാമല്ല ഒരു ലെവൽ കഴിഞ്ഞു എപ്പോഴും 10% വ്യത്യാസമാണ്. കറക്റ്റാന്ന് പറയുന്നതും അത് കഴിഞ്ഞിട്ട് സാലറി സ്ലിപ്പും ലെറ്ററും വരുമ്പോഴേക്കും വ്യത്യാസം. കാരണം അവനെ നോക്കിയിട്ടില്ല. അത് എസ്പെഷ്യലി കഴിഞ്ഞ മാസം എങ്ങനെ ഇൻക്രിമെന്റ് കിട്ടിയെങ്കിൽ മാത്രമേ നോക്കുള്ളൂ, അത് കഴിഞ്ഞാൽ നോക്കത്തില്ല. എസ്പെഷ്യലി സീനിയർ ആസ് യു ഗോ.
അപ്പോഴാണ് നമ്മൾ ഇതെന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞല്ലോ സാലറി ആണ് സംഭവം എന്ന് പറഞ്ഞു. ഇവിടെ എവിടെയാ എങ്ങനെയാ നമ്മൾ പറയുന്നത് അറിയാം. ഡോണ്ട് നോ ദ സാലറി. CTC എന്താ ചോദിച്ചാൽ ഞാൻ നോക്കിയിട്ട് പറയാൻ അനീഷ്, അങ്ങനെയാണ് കറക്റ്റ് പറയുന്നത്. കാരണം അറിയില്ല അവര് ഡിസംബർ ജനുവരി ഇൻക്രിമെന്റ് ചെയ്തിട്ട് ജനുവരി ചിലപ്പോൾ പറയും ഞാൻ ഇപ്പൊ ഫോർവേഡ് ചെയ്ത് തന്നെ, അല്ലെ ഫോർവേഡ് ചെയ്യാൻ പോലും സാധനം ഇല്ല. അതാ സിറ്റുവേഷൻ. അത് ഇങ്ങനത്തെ കമ്പനീസ് ആണെങ്കിൽ ടേക്കൺ ദ ഇഷ്യൂ ഓഫ് മണി ഔട്ട്സൈഡ്. അപ്പൊ കാരണം മറ്റേ ഇത് മറന്നു പോകരുത്, ഡ്രീം റോളാണ്, അത് കൊടുത്തില്ലേലും ചെയ്യും. അപ്പൊ ദിസ് ഇസ് അഗൈൻ എ വെരി ഡിഫറെന്റ് എക്സാമ്പിൾ. ബട്ട് ഈ I'll take it might look a bit towards one gender, but anyway taking it ഒരാൾക്കൊരു ഹോസ്റ്റലിൽ ജോലി കിട്ടും. അപ്പൊ ലേഡീസ് ഹോസ്റ്റലിൽ ജോലി കിട്ടി. അപ്പൊ ഒരാഴ്ചയായി, 2 ആഴ്ചയായി, 1 മാസമായി, 3 മാസമായിട്ട് പുള്ളി ശമ്പളം വാങ്ങിക്കാൻ പോയി. അപ്പൊ ഡ്രീം റോളാണ്. അപ്പൊ ഡ്രീം റോളാണെന്ന് സംശയമൊന്നുമില്ല പുള്ളിക്ക്, നമുക്ക് ഇല്ല. അപ്പൊ 3ാമത്തെ മാസം ആയപ്പോഴത്തേക്ക് ഈ ബോസ് ചോദിച്ചേടാ നീ ശമ്പളം വാങ്ങിക്കാൻ വന്നില്ല. അപ്പൊ എന്തായിരിക്കും ചോദിച്ചത്? ആ ശമ്പളം ഉണ്ടോ? അപ്പൊ ഇതാണ് ടേക്ക് ദ ഇഷ്യൂ ഓഫ് മണി ഔട്ട്സൈഡ്. ബൈ വാട്ട്? ഇത് ഞാൻ MBA പാസ്സായത് PGDM പാസ്സായത് 99-ലാണ്. അപ്പൊ 96, 97, 98 ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് എല്ലാം കൂടെ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറഞ്ഞ സബ്ജക്ട് OB. അപ്പൊ OBക്കകത്ത് മോട്ടിവേഷൻ, പ്രചോദന തിയറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനമുണ്ട്. അതിനകത്ത് അന്ന് മറ്റേ ഇതുണ്ടായിരുന്നു, മാസ്ലോ ആയിരുന്നു ഫേമസ്. ഇപ്പൊ മനസ്സിലായി മാസ്ലോ എല്ലാം പൊട്ടത്തെറ്റായിരുന്നു. പക്ഷെ ഇപ്പോഴും ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ, എടുത്ത് മാറ്റിട്ടില്ല. സോ അതിനകത്ത് അന്ന് ചെറുതായിട്ടൊരു സാധനം ഉണ്ടായിരുന്നു, വർക്ക് ഇറ്റ്സെൽഫ്. അതായത് ജോലി തന്നെ. നമ്മൾ പറയുന്ന അതിനെ കുറിച്ച്. അപ്പൊ നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ, റീറ്റെയിലിംഗ് ഒക്കെ ഫൈൻഡിങ്ങിനാണെങ്കിൽ ആ ജോലി ഇതാണ് ജോലി എന്നൊന്ന് പറ. അപ്പോഴാണ് മനസ്സിലാകുന്നത് പല സ്ഥലത്തും JD പോലും ഇല്ല, റോൾ ഡിസ്ക്രിപ്ഷൻ ഇല്ല. അത് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. ബിക്കോസ് മൈ വൈഫ് വർക്ക്സ് വിത്ത് എ ലോട്ട് ഓഫ് ദിസ് ഓർഗനൈസേഷൻസ് ആൻഡ് വോളണ്ടറി ഓർഗനൈസേഷൻ, ROV എന്നൊക്കെ പറയും. അപ്പൊ പല സ്ഥലത്തും ഭർത്താവ് HR-കാരനാണ്. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആളെ കിട്ടത്തില്ല, ഉടനെ അനീഷിനെ വിളിച്ചു. അപ്പൊ അനീഷിനെ വിളിച്ചു, പറഞ്ഞു ഒരാൾ വിളിക്കുന്നുണ്ട്, ഒന്ന് നോക്കിയാൽ വിളിച്ചു. അപ്പൊ ഇങ്ങനെയാണ് റെഡിയാക്കാം. അപ്പൊ ഒന്നും ഒരു റോൾ ഡിസ്ക്രിപ്ഷൻ അയച്ചത് അതൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഇത്ര തന്നെ ഉള്ളൂ. അപ്പൊ ഞാൻ ഉടനെ വിദ്യാർത്ഥി പറയും അത് വിട്ടേര് കേട്ടോ, എനിക്ക് സമയമില്ല. അത്രയും പോലും ചെയ്യാൻ പറ്റാത്ത ഒരാളെ പിന്നെ ഞാൻ ഈ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമുണ്ട്. ആൻഡ് ബൈ ദ വേ, ഇപ്പം ദ ബെസ്റ്റ് JD എന്താണെന്ന് അറിയാം. ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ സിറ്റുവേഷനിൽ 4 ഇഞ്ച് വലിപ്പം കാണും വാട്സാപ്പിന്റെ സ്ക്രീനിൽ ഒറ്റയടിക്ക് കാണാമല്ലോ. That's been giving me the best results. I don't know if somebody has done a study, but this is what best. കാരണം സ്ക്രോൾ ചെയ്യാൻ സമയമില്ല, ഒറ്റ മെസ്സേജിനകത്ത് കാണണം. 4 ഇഞ്ച് എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്മാർട്ട് ഫോണിന്റെ വലിപ്പം അത്രയാണ്. 4 ഇഞ്ച് സ്ക്രീനിനകത്ത് ഒരുമിച്ച് പോലെ കാണാം. അപ്പൊ you talk about creating this so that all these things are money. ഇപ്പൊ ഡ്രീം ഉള്ള സാധനം എല്ലാം കൂടെ എടുത്തു വെക്കണം. You are able to create that. അത് പറ്റുമെങ്കിൽ പിന്നെ അട്രാക്ടിങ് ഫൈൻഡിങ് ഒരു പ്രശ്നമല്ല. അട്രാക്ടിങ്ങിലോട്ട് നമുക്ക് ഇത് കഴിഞ്ഞു വരാം. ഇതിനകത്ത് വരുന്നുണ്ട്. Now looking at pay people enough so that they're not thinking about money and they're thinking about the work. Now, once you do that, it turns out there are 3 factors that the science shows lead to the better performance. അതായത് ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ you pay people enough, you found the right people. അങ്ങനെയാണെങ്കിൽ ഇനി അവരെ ജോലി ചെയ്യിക്കണമല്ലോ. ജോലി ചെയ്യിക്കാനുള്ള 3 ഫാക്ടേഴ്സ് ആണ് അവരുടെ ജോലിയെ ഇൻഫ്ലുവൻസിന്റെ എന്തായാലും സ്വാധീനിക്കുന്ന 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാന്ന് നോക്കാം. Not to mention personal satisfaction, autonomy, mastery, and purpose. Not to mention personal satisfaction. എന്തുകൊണ്ട് അവിടെ ഇപ്പോൾ ഇമ്പോർട്ടന്റ്? ആ വേർഡ് എന്താ ഇവിടെ? സ്വയമായിട്ട് തോന്നണല്ലോ, എന്നാൽ അവന്റെ ഡ്രീം റോളാണ്, അയാളുടെ ഡ്രീം റോൾ. പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഇല്ലെങ്കിൽ കാര്യമില്ല. സോ 3 സാധനമാണ്: ഓട്ടോണമി, മാസ്റ്ററി ആൻഡ് പേർപ്പസ്. He'll now explain what those 3 things are. എന്താണെന്ന് പറയാം. Autonomy is our desire to be self-directed. Autonomy is the desire to be, അതായത് എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനുള്ള സാധ്യത.
സെൽഫ് ഡയറക്റ്റഡ്. നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് നടക്കാൻ മേല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രശ്നമായി. ഞാൻ ഗോവിലെ എനിക്ക് ഇതിൽ നടന്നേ പറ്റും, അവിടെ നിന്ന് ചെയ്യാൻ പറ്റത്തില്ല. സെൽഫ് ഡയറക്റ്റഡ് കാരണം ചിലപ്പോൾ നടക്കത്തില്ലായിരിക്കും, അവിടെ വരെ വരത്തില്ല. പക്ഷെ നടക്കാൻ പറ്റുമല്ലോ എന്നുള്ള സാധനം ഇസ് very important in this. This is jolly, by the way. It's not, I mean, nobody is paying me or something like that. But there's no thing at all. But this is applicable in anything that you do. Any human beings are not applicable. Robot in the human beings are not applicable. To direct our own lives. Now, in many ways, traditional notions of management run afoul of that. Management is great if you want compliance. But if you want engagement, which is what we want in the workforce today as people are doing more complicated stuff. ഇതിന് ഇവർ പറയുന്നത് ട്രഡീഷണൽ മാനേജ്മെന്റ് മെത്തഡോളജീസ് ആണ് എതിരാണ്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ആലോചിച്ചാലും മാനേജ്മെന്റ് എവിടുന്നാണ് വന്നതെന്ന് ആലോചിക്കും. മാനേജ്മെന്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് വേണ്ടി ഉണ്ടാക്കിയത്, ഫാക്ടറിക്കകത്തോട്ടുള്ള സാധനങ്ങൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ സെൽഫ് ഡയറക്ഷൻ ഒന്നും പറ്റത്തില്ല. അസംബ്ലി ലൈനിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യണം, ഇങ്ങനെ വരും. ആൻഡ് അതൊരു വെരി വെരി എന്താ പറയുക സ്കെയറി തിങ് ഇസ് ദാറ്റ് our schools are also aligned to that methodology. In fact, അതിന്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു 6ാം ക്ലാസ് വരെയൊക്കെ ഇപ്പൊ കുട്ടികൾ, എന്റെ മോൻ 7ാം ക്ലാസ്സിലെ 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് അല്ല 7ാം ക്ലാസ്സിൽ വരുന്നത്, കുറയും. കാരണം കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ടീച്ചർമാരുടെ പ്രശ്നമാണ്. ആൻഡ് ഇപ്പൊ ഇഫ് യു ലുക്ക് അറ്റ് വി ഹാവ് an HR group on Twitter. ഒരു വെരി കാരണം HR-ല് ഒന്നാമത് ട്വിറ്റർ അധികം പേര് ഉപയോഗിക്കുന്നില്ല. HR-കാർ ഉപയോഗിക്കുന്ന ഒരു 100 പേര് താഴെ ഉള്ളൂ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത്. അതിനകത്തൊരു 25 പേരുടെ കാര്യം ഞാൻ പറയും. അതിനകത്ത് അവർ പറഞ്ഞത് ഇപ്പൊ ഏറ്റവും വലിയ സ്കില്ലായിട്ട് നോക്കുന്ന സാധനം എന്താണെന്ന് അറിയാം, ക്യൂരിയോസിറ്റി. അതായത് എംപ്ലോയീസിൽ ക്യൂരിയോസിറ്റി ഉണ്ടോ, നേരത്തെ പറഞ്ഞല്ലോ, പോയി നോക്കിയോ കണ്ടുപിടിച്ചോ ക്യൂരിയോസിറ്റി എത്രയുണ്ടെന്ന് അതിന്റെ അളവ് പോലൊക്കെ ഇപ്പൊ കണ്ടുപിടിച്ചോണ്ടിരിക്കും. 30 അതായത് 25 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരെ ക്യൂരിയോസ്. അപ്പൊ സ്കൂളിലുണ്ടായിരുന്ന ക്യൂരിയോസിറ്റി വെച്ചിട്ടാണ് അവർ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടിരുന്നത്. അതെല്ലാം അടിച്ച് തട്ടി ഡിഗ്രി കഴിഞ്ഞ് പാസ്സായി എല്ലാം വന്നിട്ട് പിന്നെ ക്യൂരിയോസിറ്റി തപ്പിയേ കിട്ടും. സോ സം ഓഫ് ദ ചാലഞ്ചസ് ദാറ്റ് വി ആർ ഫേസിങ് ആസ് ഓണ്ടർപ്രണേഴ്സ്, നിങ്ങൾ ഈ ഫേസ് ചെയ്യുന്ന അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ കാര്യം വേറെ പല സ്ഥലത്തും വരും. ഇൻഫാക്ട് ഫോർ ദാറ്റ് പർപ്പസ് വി ആർ ആസ് ഞങ്ങൾക്കൊരു HR NAPM ആൻഡ് കറന്റ് സെക്രട്ടറി ജൂൺ വരെയുണ്ട്. We are trying to reach out to schools to say, guys, this is how we should be looking at things. We can use the same methodology that we use in offices to the schools. പക്ഷെ സമ്മതിക്കില്ല. കാരണം ഇത് ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് തിങ്. അപ്പൊ അതുപോലെ വരും, അറിയാൻ പറ്റും പ്ലേസ്മെന്റ് എന്തുകൊണ്ട് നടക്കാത്തതൊക്കെ അളന്നു വരും. അപ്പൊ സമ്മതിക്കില്ല. സോ കൊമേഴ്സിൽ വേറെ രീതിയിലാണ് വരുന്നത്. Okay, let's complete this. ഇപ്പൊ എൻഗേജ്മെന്റ് വേണമെങ്കിൽ എൻഗേജ്മെന്റിന്റെ അർത്ഥം പിടിയിട്ടില്ല. എൻഗേജ്മെന്റിന്റെ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീഷണറി എഫേർട്ട് എന്നാണ്. അതായത് സൈലാജിന് ഒരു റോൾ ഉണ്ടെങ്കിൽ ആ റോളിന് ഇപ്പൊ എന്നെ എടുക്കുന്നെങ്കിൽ ആ റോളിന് എന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് നോക്കണമെന്നില്ല. ദാറ്റ് ഈസ് എൻഗേജ്മെന്റ്. വേർഡ് കേട്ടിട്ട് പേടിക്കണം. സെൽഫ് ഡയറക്റ്റഡ് എഫേർട്ട് ആണ് എൻഗേജ്മെന്റ്. ഒരു എക്സാമ്പിൾ പറയാം ജസ്റ്റ് ഫോർ ദാറ്റ് എൻഗേജ്മെന്റ് കോൺസെപ്റ്റ്. ദിസ് ഇസ് ഒരു ഫസ്റ്റ് ബ്രേക്ക് ഓൾ ദി റൂൾസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ തന്നെ പറയുന്നതാണ്. ഈ എക്സാമ്പിൾ ഒരു പ്രത്യേകതയുണ്ട്. വളരെ താഴ്ന്ന ലെവലിൽ നിന്ന് നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു ജോലിയെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഹൗസ് കീപ്പറാണ്. ഹോട്ടലിൽ ഹൗസ് കീപ്പർ, 5 സ്റ്റാർ ഹോട്ടലിൽ കുറെ സ്ഥലത്ത് പോയി നോക്കിയിട്ട് ഒരു ബെസ്റ്റ് ഹൗസ് കീപ്പറെ കണ്ടുപിടിച്ചു, ഒരു ലേഡിയാണ്. അപ്പൊ അവരെ ഇങ്ങനെ ഫോളോ ചെയ്ത് ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, എന്താണ് നിങ്ങളാണ് ബെസ്റ്റ് ആയിട്ട് കണ്ടത്. കുറെ 5 സ്റ്റാർ ഹോട്ടലിൽ എല്ലാം കൂടെ കമ്പയർ ചെയ്തിട്ട് ഇവരാണ് ബെസ്റ്റ്. അപ്പൊ ഇവരുടെ അടുത്ത് പോയി ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്. ഇവരോട് ഞാനങ്ങനെ പ്രത്യേകിച്ച് കാര്യം ചെയ്യുന്നൊന്നുമില്ല, ഞാൻ നോർമലി പോയി ഇങ്ങനെ ചെയ്യുന്നു. അപ്പൊ കുറെ ശ്രമിച്ചിട്ട് ഇവർ എന്താണെന്ന് അവർക്ക് പറയാൻ പറ്റുന്നില്ല. That's another candidate behavior by the way. They don't know why they are doing it. Because അത് ഡ്രീം റോൾ എന്താണെന്ന്, സ്വപ്നം എന്തുകൊണ്ടാണ് എന്റെ സ്വപ്നം എന്ന് പറയാൻ ചിലപ്പോൾ എല്ലാവർക്കും കഴിവുണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പൊ ഇതിനോട് ചോദിച്ചു ഇതെന്താ ചെയ്യുന്നത്. അപ്പൊ പറ്റുന്നില്ല. അപ്പൊ ചോദിച്ചു, നീ അവിടെ ചെന്നിട്ട് എന്താ ചെയ്യുന്ന, ഒരു റൂമിൽ ചെന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. ഞങ്ങൾ ഈ പ്രൊഫസർമാരാണ്, അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാണെന്ന് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇവിടെ പറഞ്ഞ് ഞാനിങ്ങനെ ഇതെല്ലാം ചാർജ് ചെയ്യും, ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്, അതെല്ലാം ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അത് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ബെഡ് ഞാൻ ഫുള്ള് ഇടാകത്തില്ല, ഈ അവസാനം ചെയ്യുള്ളൂ. അപ്പൊ ബെഡിൽ ഞാൻ ഒന്ന് പോയിട്ട് കിടന്ന് നോക്കും, മുകളിലോട്ട് ഇങ്ങനെ നോക്കും. എന്നിട്ട് എനിക്കൊന്ന് ഇതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബെഡൊക്കെ റെഡിയാക്കി
ഇറങ്ങി പോകുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് ചോദിച്ചേക്കുന്നത് മനസ്സിലായില്ല. രണ്ടാമത് പിന്നെ എടുത്തവര് മറ്റേ നോക്കിയപ്പോഴാണ് പിന്നെയും വിളിച്ചു ചോദിച്ചത് എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ആദ്യത്തത് മിസ്സായി കംപ്ലീറ്റ്. അപ്പൊ ഇത് പ്രത്യേകിച്ച് ഒരു സ്റ്റെപ്പായിട്ട് ആർക്കും തോന്നിയില്ല. ഇതൊരു റാമിഫിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ജോലി നോക്കണം. ഇത് ആർക്കും ഒന്നും തോന്നിയില്ല. അപ്പൊ അതിന് നമുക്ക് പിടിച്ചിട്ടുള്ളപ്പോ അതിന് മുന്നോട്ട് വിളിക്കാൻ പറഞ്ഞു. പിടിച്ചു കഴിയുമ്പോഴും നോക്കി എന്തിനാ ചെയ്യുന്നത്. ഇപ്പൊ പറഞ്ഞു ഇത് ബിസിനസ് ഹോട്ടലാണെന്ന് എനിക്കറിയാം. അതായത് പാസ് ഔട്ട് ആയിട്ടൊന്നും ആയിട്ടില്ല, 10 പോലും പാസ്സായത് ഈ 5-10 വർഷമായിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാർ ഇത് ബിസിനസ് ഹോട്ടലാണെന്ന് എനിക്കറിയാം. ഇത് മിക്കവാറും എൻഡ് ഓഫ് ദ ഡേ ഒരാൾ വന്ന് തളർന്ന് പിടിച്ച് വന്നിട്ടായിരിക്കും ഈ റൂമിൽ കയറുന്നത്. അവര് വന്നിട്ട് വായ വലിച്ചെറിഞ്ഞിട്ട് ആദ്യം ചെയ്യുന്ന സാധനമാണ് ഞാൻ ചെയ്തത്. അന്നേരം ആ ഫാനിലോ എവിടെയെങ്കിലും ഒരു പൊടി കണ്ടാൽ ഞാൻ പിന്നെ അവിടെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എനിക്ക് കോൾ വരും. സൂപ്പർവൈസർ വിളിക്കും, എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ലുക്ക് അറ്റ് ദ ലെവൽ ഓഫ് ആൻഡ് ഇവരെ പിടിച്ച് സൂപ്പർവൈസറാക്കിയ പണിയാ. അതാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് വി ആർ വെരി വെരി ഗുഡ് അറ്റ് ദാറ്റ്. And that is why a lot of people don't have HR departments. കാരണം ഇങ്ങനെ വന്നാൽ സ്ട്രക്ചർ ഇടും. ഇത്ര നാൾ കഴിഞ്ഞാൽ സൂപ്പർവൈസർ. അപ്പൊ ഇഷ്യൂ വരും. അപ്പൊ ഈ പറഞ്ഞ സാധനത്തിന് മാറിപ്പോയി. ഓക്കെ, അപ്പൊ എൻഗേജ്മെന്റിന്റെ ഡെഫിനിഷന്റെ എക്സാമ്പിൾ ആണ്. And they do something really cool. Once a quarter on a Thursday afternoon, they say to their developers, ഇവരുടെ ഒരു പ്രാക്ടീസ് ആണ് പറയുന്നത്. For the next 24 hours, you can work on anything you want. You can work out the week. അതായത് അടുത്ത എല്ലാ ദിവസവും ഒരു തേഴ്സ്ഡേ ആഫ്റ്റർനൂൺ ഇവർ ചെയ്യുന്നതാണ്. ഫോർ ദ നെക്സ്റ്റ് 24 hours, അതായത് ഫ്രൈഡേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണം ചെയ്യാം. പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇപ്പൊ പറയാം. When you want, you can work out with whomever you want. All we ask is that you show the results to the company at the end of the 24 hours. ആരുടെ കൂടെ വേണം വർക്ക് ചെയ്തോ, എവിടെ വേണം പോയി വർക്ക് ചെയ്തോ, പക്ഷെ ഒരു 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് റിസൾട്ട് എന്താണെന്ന് തിരിച്ച് പറയണം. ഇത്രയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ പറ്റുന്നത് നോക്കാം. പറ്റിയിരിക്കുന്നത്. This is a live company, by the way. Atlassian work ചെയ്യുന്ന Jira, it's a very successful product. And this fun kind of meeting, not a Star Chamber session, but this fun meeting with beer and cake and fun and other things like that. It turns out that one day of pure undiluted autonomy has led to a whole array of fixes for existing software, a whole array of ideas for new products that otherwise had never emerged. One day. One day of ഒരു വേർഡ് പറഞ്ഞല്ലോ, ഓട്ടോണമി, സെൽഫ് ഡയറക്ഷൻ, പ്രൊഡ്യൂസിങ് ഓൾ ദാറ്റ്. ഇതിന്റെ തന്നെ ഫേമസ് ആയിട്ട് നമ്മള് മാനേജ്മെന്റ് തിയറി ആയിട്ട് നമ്മൾ കാണുന്ന പല സാധനങ്ങളും പബ്ലിക് റിലേഷൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ എത്തിക്കപ്പെടുന്നതാണ്. ഗൂഗിൾസ് 20% is a very famous methodology. അപ്പൊ അതാണ് നമ്മൾ കാണുന്നത്. അകത്ത് ഒത്തിരി ഗൂഗിൾ ഉണ്ടെങ്കിൽ ഒരുപാട് ഗൂഗിളിനെ പോലെ തന്നെ പല സാധനങ്ങളും നമ്മൾ അറിയാതെ നടക്കുന്നുണ്ട്. ഇൻഫോ പാർക്കിൽ ഒരു കമ്പനി ഉണ്ട്. 5 വർഷം ആയി കഴിഞ്ഞാൽ 3 ബെഡ്റൂം ഫ്ലാറ്റ് കൊടുക്കും. അറിയോ? അറിയില്ലോ? നമ്മൾ ഗൂഗിളിന്റെ കാര്യമൊക്കെ അറിയും. ബിക്കോസ് ഈ ഗൂഗിൾ ഇസ് വെരി വെരി ഗുഡ് ഇൻ PR. I don't know if they're doing it. I've spoken to the folks. They had this practice. അതും retention concept തന്നെയാണ്. This is not an if-then incentive. This is not the sort of thing that I would have done 3 years ago before I knew this research. I would have said, you want people to be creative and innovative? Give them a freaking innovation bonus. അതായത് ഇതിനു മുമ്പ് ഈ സ്റ്റഡി നടത്തുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യണം, ക്രിയേറ്റീവ് ആണെങ്കിൽ ഉടനെ ഇന്നോവേഷൻ ബോണസ് എന്ന് വെക്കും. അപ്പൊ ഇന്നോവേഷൻ മറ്റേ റൂഡിമെന്ററി ക്രിയേറ്റീവ് സ്കിൽ ഇല്ലാത്ത ഇന്നോവേഷൻ ചിലപ്പോൾ നടക്കും, അല്ലാത്തത് നടക്കുവേ. If you can do something cool, I'll give you $2,500. They're not doing this at all. They're essentially saying, you probably want to do something interesting. Let me just get out of your way. One day of autonomy produces things that never emerge. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ട്, നമ്മൾ ഹയർ ചെയ്ത കാര്യം വിട്ടുപോലെ നമ്മൾ അട്രാക്ട് ചെയ്ത് പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാരെ ഈ പറയുന്നത്. നമ്മൾ തന്നെ ഹയർ ചെയ്ത ആൾക്കാരെ നമുക്ക് വിശ്വാസം ഉണ്ടെന്നുള്ള കാണിക്കാനാണ് അടുത്ത സ്ഥാനം. Talk about mastery. Mastery is our urge to get better at stuff. We look. ഇത് ഓട്ടോണമി കഴിഞ്ഞു. സെക്കൻഡ് വൺ ഇസ് മാസ്റ്ററി. To get better at stuff. This is why people play musical instruments on the weekend. You have all these people who are acting in ways that seem irrational economically. They play music. അതായത് നമുക്ക് ഈ ചിലരോട് പറയുന്നത് ഇയാൾക്ക് വട്ടാന്ന് പറയുന്നത് ഇറാഷണൽ. ഈ വട്ടാന്ന് പറയുന്ന കേസ് കിട്ടാൻ പറയുന്നത് അവന് തലയ്ക്ക് വട്ടാന്ന് പറയും. എന്താ ചെയ്യുന്നത് അവൻ അവിടെ പോയി എന്തോ ചെയ്യും, പണിയെല്ലാം ഉണ്ട്, പക്ഷെ ഇതെല്ലാം ചെയ്യും. അതാണ്. അപ്പൊ അതിന്റെ അകത്ത്
ചേതോവികാരങ്ങളായി പറയുന്നത്. Instruments on weekends? Why? It's not going to get them it's not going to make them any money. Why are they doing it? Because ഇതിന്റെ എക്സാമ്പിൾ വരുന്നുണ്ട്. അപ്പൊ ഞെട്ടുന്ന സാധനങ്ങൾ വരുന്നത്. It's fun because you get better at it, and that's satisfying. Go back in time a little bit. I imagine this if I went to my first economics professor, a woman named Mary Alice Shulman, and I went to her in 1983. ഇതിന്റെ എക്സാമ്പിൾ ആണ്. And said, Professor Shulman, can I talk to you after class for a moment? Yeah. 1983 ഏതായിരുന്നു നമ്മുടെ നോളജ് ബേസ്? എന്തെങ്കിലും കാരണത്തിൽ നമുക്ക് അറിയണമെങ്കിൽ 1983 ഫോർ 80s എവിടെയായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്? എൻസൈക്ലോപീഡിയ. ഏതായിരുന്നു ഫേമസ് എൻസൈക്ലോപീഡിയ? ബ്രിട്ടാനിക്ക, എന്താ കുറെ സാധനങ്ങളുണ്ട്. എന്ത് അല്ലേ? അപ്പൊ 1983 ഇങ്ങനെ ഒരു ഐഡിയ ആയിട്ട് പോവാണ്. എക്കണോമിക്സ് പ്രൊഫസറിന്റെ അടുത്ത് I got this inkling. I got this idea for a business model. I just want to run it past you. Here's how it would work. You get a bunch of people around the world who are doing highly skilled work, but they're willing to do it for free and volunteer their time, 20, sometimes 30 hours a week. അതായത് കുറെ ആൾക്കാരെ അക്രോസ് ദ വേൾഡ് പിടിച്ചിട്ട് 20 തൊട്ട് 30 മണിക്കൂർ ഒരു ആഴ്ച കാര്യങ്ങളെല്ലാം ചെയ്യിക്കാൻ വേണ്ടി ഞാൻ ചെയ്യാൻ പോവാണ് എന്നാ പറയുന്നത്. അതിന്റെ ബിസിനസ് മോഡലാണ്. എക്കണോമിക്സ് പ്രൊഫസറിന്റെ അടുത്ത് പോവാം, ബിസിനസ് മോഡൽ വർക്ക് ചെയ്യുമെന്ന് ചോദിക്കാൻ വേണ്ടി. Okay, she's looking at someone skeptically there. Oh, but I'm not done. And then what they create, they give it away rather than sell it. It's going to be huge. അതായത് അവർ ചെയ്ത കാര്യം അവർ ചുമ്മാ ഇട്ടേക്കുന്നു, ചുമ്മാ തരും. ആദ്യം തന്നെ പ്രൊഫസർ അന്നേരം അവരുടെ തല പോയി. കാരണം കുറെ പേരെ ഒരുമിച്ച് എടുക്കുന്നു. എന്തിനാ ചെയ്യാനാ? കുറെ ഭയങ്കര മെയിൻ സാധനമാണ്. എന്നിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അവരത് വെറുതെ ഇടും. Give it away for free. She truly would have thought I was insane. Okay, it seemed to fly in the face of so many things. But what do you have? You have Linux powering 1 out of 4 corporate servers in Fortune 500 companies. Apache powering. ബിലീവ് ചെയ്യുന്നില്ലേ? പതുക്കെ ഇനി വരുന്നുണ്ട് എക്സാം. ഇത് 2009 ഈ കഴിഞ്ഞ 10 വർഷമായിട്ട്, 10 ഒരു 5 വർഷമായിട്ട് വേറൊരു സാധനം പൊങ്ങി വന്നിട്ടുണ്ട്. അഗെയിൻ സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ ഇത് സോഫ്റ്റ്വെയർ മാത്രമല്ല, ഡിസൈനിലുണ്ട്, ഒത്തിരി കേസുകളുണ്ട്. ഗിത്തബ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഗിത്തബ് ഇസ് എ സിമിലർ വിക്കിപീഡിയ കൈൻഡ് ഓഫ് തിങ്. വേറെ ഒന്ന് നോക്കുകയാണെങ്കിൽ സിറ്റിസൺ സയൻസ്, അനദർ തിങ്. ഐ ആം ആക്ച്വലി എ സിറ്റിസൺ സയൻസ് ഇവാഞ്ചലിസ്റ്റ്. അതാണ് ഞാൻ അടി ഉണ്ടാക്കുന്ന പറഞ്ഞ കേസ് അതാണ്. സോ സിറ്റിസൺ സയൻസ് അനദർ തിങ്. വിക്കിപീഡിയ നെക്സ്റ്റ് വിക്കിപീഡിയ ലെവലായിട്ട് വരാം. ഗിത്തബ് ഇസ് അനദർ എക്സാമ്പിൾ വേ. അതായത് നല്ല സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, അതായത് മിക്കവാറും നമുക്കിപ്പോ ഒരു ഏകദേശം ഒരു സോഫ്റ്റ്വെയർ ഐഡിയ ഉണ്ടെങ്കിൽ അതിന്റെ വിഡ്ജറ്റും കോഡും എല്ലാം ചിലപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉമ്മ ഫ്രീ ആയിട്ട് എടുത്തോണ്ട് പോകും. അവരെ ഫേസ്ബുക്കിലൊക്കെ കണക്ട് ചെയ്ത് അവർ തന്നെ വേണേ പറഞ്ഞ് ഓൺലൈൻ സപ്പോർട്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നത്. സോ ദിസ് ഇസ് എ മോർ റീസെന്റ് എക്സാമ്പിൾ. Okay, they have jobs. They're working at jobs for pay, doing sophisticated technological work, and yet during their limited discretionary time. Limited discretionary time. Engagement in definition mark discretionary effort ആണ്. They do equally, if not more, technically sophisticated work, not for their employer, but for someone else for free. That's a strange economic behavior. Economists who looked into it, why are they doing this? It's over. ഇതിനകത്ത് വേറൊരു സംഭവമുണ്ട്. നമ്മൾ സ്കൂളിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമുക്കിത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു റീസൺ ഉണ്ട്. ബിക്കോസ് നമ്മൾ 2 സബ്ജക്ട്സ് നമുക്ക് സ്കൂളുകളിൽ നല്ലോണം പഠിപ്പിച്ചിട്ടില്ല. One is economics, one is physics. നമുക്കിപ്പോ എക്കണോമിക്സിന് തന്നെ ഇമ്പാക്ട് നോക്കാം. We don't really know economics. ഇപ്പൊ 10ാം ക്ലാസ് കാരനോട് എക്കണോമിക്സിന് പല സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. 10ാം ക്ലാസ്സിൽ മാർക്ക് 100 എക്കണോമിക്സ്. And by the way, even management, I scored I think 75% in economics, but I couldn't really connect the fact that ഇപ്പൊ ഈ 2005 ശേഷം ഈ നോബൽ പ്രൈസ് ബിഹേവിയറൽ എക്കണോമിക്സിന് കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് പോയി നോക്കാൻ തുടങ്ങിയത് എന്താണ് ഈ HR-കാർ ഇത് ചെയ്യാത്തത്. അപ്പൊ മനസ്സിലായി താലർ ഇസ് ഓൾറെഡി ഡൂയിങ് വർക്ക് വിത്ത് ആരോടെ വർക്ക് ചെയ്യുന്നവരെ കൺസ്യൂമർ ബിഹേവിയർ എക്സ്പേർട്സ്. കാരണം മാർക്കറ്റേഴ്സ് എല്ലാം ആ ഡേറ്റ വെച്ചിട്ടാണല്ലോ ജീവിക്കുന്നത്. താലർ ഇസ് വർക്കിംഗ് വിത്ത് മാർക്കറ്റിംഗ് ഫേംസ് ആൻഡ് മാർക്കറ്റേഴ്സ് അക്രോസ് ദ ഗ്ലോബ് ഹു വാണ്ട് ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ. നമുക്കും ഈ സംരംഭകരായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാനല്ലേ നോക്കുന്നത്. അപ്പൊ ആ സ്റ്റഡി തന്നെ എടുത്തുകൊണ്ട് വന്നാൽ പോരെ? എടുക്കത്തില്ല, കാരണം എക്കണോമിക്സ് അറിയില്ല.
നോബൽ പ്രൈസ് കിട്ടുന്നുണ്ട്. 2002 ശേഷം എനിക്കൊന്ന് 3-4 എക്കണോമിക്സ് പ്രൊഫസേഴ്സിന് ബിഹേവിയറൽ എക്കണോമിക്സിന് വേണ്ടിയാണ് നോബൽ പ്രൈസ് കിട്ടിയത്. Overwhelmingly clear. Challenge and mastery, along with making a contribution. That's it. What you see more and more is a rise of what you might call the purpose motive. Is that more and more organizations want to have some kind of transcendent purpose. Partly because it makes coming to work better, partly because that's the way to get better talent. മൂന്നാമത്തെ പേഴ്സണൽ ഇതാണ്. ഇനി ഓർഗനൈസേഷൻ ഈ റിട്ടൈനും സാധനത്തിന് വേണ്ടി എന്താണ് ഡിസൈൻ സ്റ്റേജ് തന്നെ ചെയ്യാവുന്ന സാധനമാണ് പർപ്പസ് മോട്ടീവ് അല്ലെങ്കിൽ കോസ് മോട്ടീവ്. എന്താണ് ഈ ഓർഗനൈസേഷൻ? ഇപ്പം നിങ്ങൾക്ക് BB അലുമിനിക്ക് തന്നെ ഒരു ഓർഗനൈസേഷൻ ആയിട്ട് നോക്കിയാൽ എന്താണ് പർപ്പസ്? ആ പർപ്പസ് ഈ പറഞ്ഞ ബാച്ചിന് എല്ലാത്തിനും കൊടുക്കാൻ പറ്റിയാൽ, ലൈക്ക് ഇപ്പം കണ്ണൂരാണെങ്കിൽ PCCയുടെ ഒരു പർപ്പസ് പറഞ്ഞിട്ടുണ്ട്, വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ദിസ് ഇസ് എ പർപ്പസ്. ആ പർപ്പസിന്റെ സ്ട്രെങ്ത് വെച്ചിട്ടായിരിക്കും ബാക്കി എല്ലാവരും വന്ന് ചെയ്തത്. എന്താണെങ്കിലും ഇറ്റ് ഈസ് ഹാപ്പനിങ്. ഇൻഫാക്ട് ഫേസ്ബുക്കിന്റെ പർപ്പസ് ഉണ്ട്, ഗൂഗിൾ ആസ് എ പർപ്പസ്. ഇതൊക്കെ നമ്മൾ PR-ന്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ എല്ലാം ഇച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ പർപ്പസ് എടുക്കാൻ പറ്റും. ഇത്രയും പർപ്പസ് ഒക്കെ. അപ്പൊ അതാണ് പർപ്പസിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞത്. ഓട്ടോണമി, മാസ്റ്ററി ആൻഡ് പർപ്പസ്. പർപ്പസ് കൻ ബി യൂസ് ടു പുൾ ടാലന്റ് ടുവേർഡ്സ്. ആൾക്കാർ നമ്മുടെ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ അട്രാക്ട് ചെയ്യാൻ സഹായിക്കാൻ പറ്റും പർപ്പസ് ഉണ്ടെങ്കിൽ. പർപ്പസ് എങ്ങനെയാ ചെയ്യുന്നോ? And what we're seeing now is, in some ways, when the profit motive becomes unmoored from the purpose motive, bad things happen. Bad things. Profit മാത്രം മോട്ടീവായിട്ട് ഇരുന്നാൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിസ് ചെയ്ത് കഴിഞ്ഞാൽ bad things happen. Bad things in example ആണ് ഇപ്പോൾ വരുന്നത്. Ethically sometimes, but also bad things just like not good stuff, like crappy products, bad service, like crappy products, services, like uninspiring places to work. That when the profit motive is paramount, or when it becomes completely unhitched from the purpose motive, it just, people don't do great things. More and more organizations are realizing this and sort of disturbing the categories between what's profit and what's purpose. And I think that actually heralds something interesting. And I think that the companies, that organizations that are flourishing, whether they're profit, for profit, or somewhere in between, any examples purpose motivated or companies are animated by this purpose model. Let me give you a couple of examples. Here's the founder of Skype. He says, our goal is to be disruptive, but in the cause of making the world a better place. Pretty. Skype എല്ലാവർക്കും അറിയാം. ഇപ്പം ഇത് അന്ന് Skype was a standalone product. Now it has been taken over by Microsoft. പക്ഷെ പർപ്പസിന്റെ സ്ട്രെങ്ത് വെച്ചിട്ടാണ് അത് ഗ്രോ ചെയ്യുന്നത്. Good purpose. Here's Steve Jobs. I want to put a ding in the universe. All right? That's the kind of thing that might get you up in the morning racing to go to work. അപ്പൊ ആ പർപ്പസ് തന്നെ ഈ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാനും കൂടെ സഹായകരമാണെന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് ഫൈൻഡിങ് ആൻഡ് റീറ്റെയിനിങ് തന്നെയാണ്. എങ്ങും പോയിട്ടില്ല, അതിനകത്ത് തന്നെയാണ് നിൽക്കുന്നത്. So I think that we are purpose maximizers, not only profit maximizers. I think the science shows that we care about mastery very, very deeply, and the science shows that we want to be self-directed. And I think that the big takeaway here is that if we start treating people like people and not start treating last 2-3 seconds, start treating people like people, അങ്ങനെയാണെങ്കിൽ then we can do better things now. Assuming that they're simply horses, slower, smaller, better smelling horses. If we get past this kind of ideology of carrots and sticks and look at the science, I think we can actually build organizations and work lives that make us better off. But I also think they have the promise to make our world just a little bit better. ഇതിനകത്തുനിന്ന് സംശയങ്ങളോ എന്തെങ്കിലും തിരിച്ച് എന്താ പറയുന്നത് ഡിസഗ്രീമെന്റ്സ് ആണ്. ഡിസഗ്രീമെന്റ്സ് ആയി ഇഷ്ടം, കാരണം എനിക്ക് പഠിക്കാൻ പറ്റും. യെസ്. Pay them enough to take their mind off money എന്ന് പറയുന്നത്. Is there something like that? I've not faced it. Pay them enough. Pay them enough to take the issue of money. It's a very personal thing. It's a very personal thing. Do you think anybody will be happy with the kind of money that they give? Yes, that is what people are saying. So that means you have അപ്പൊ അതിന്റെ അർത്ഥം കാൻഡിഡേറ്റ്സ് അല്ല ജോബ് സീക്കർ ആയിരിക്കും കൂടുതലെന്നാണ്. അതായത് കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞില്ല, എക്സാമ്പിൾ കണ്ടില്ല, they don't, I mean, അത് ആ സാധനത്തിന്റെ 5000 മണിയെങ്കിൽ 5000 കൊടുത്താൽ മതി. 5000 കൊടുത്തില്ല പണിയാം. പക്ഷെ 5000 കൊടുത്തു കഴിഞ്ഞാല് ഒരു 5000 വേണ്ട മനുഷ്യനാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ. നമ്മൾ ഇതിനെ ഒത്തിരി കോംപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ട ജോലി എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞതിന്റെ ഹയസ്റ്റ് ലെവലൊന്നും വേണ്ട.
ക്രിയേറ്റീവ് ആയിരിക്കണം. ഞാൻ പറഞ്ഞില്ല, അതാണ് ഞാൻ ആ എക്സാമ്പിൾ എടുത്തത്. ക്രിയേറ്റീവ് അല്ലാത്തൊരു റോൾ ഇല്ല ഇനി ഈ കാലത്ത്. ക്രിയേറ്റീവ് അല്ലാത്ത റോൾ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ റോളെല്ലാം ഈ കഴിഞ്ഞ 5 വർഷത്തിൽ ഓട്ടോമേറ്റഡ് ആയി കഴിഞ്ഞു. Robotic process or in fact, me and Shilen, we have a project right here in Info Park for 1.5 years and we gave it to the client, RPA. Anything that can be scripted will now get automated. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റീവ് ജോബ്സ് ഇല്ലാതാവുന്നല്ല, അടുത്ത സാധനം വന്നു വരും. 30 കൊല്ലം മുമ്പ് കമ്പ്യൂട്ടർ വന്നപ്പോഴത്തേക്ക് എല്ലാവരും ജോലി പോകുന്നതാണ്. ഇനിയിപ്പോ അതുപോലെ തന്നെ ഇപ്പൊ AI വരുമ്പോ പോകുന്നതാണ്. പക്ഷെ ഇത് ഈ സാധനം നിലനിൽക്കും. സംതിങ് എൽസ് വിൽ കം അപ്പ്. You are taking a lot of interviews. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പേപ്പറിൽ ഒരു ആഡ് ഇട്ടു, ഒരു സെറ്റ് ഓഫ് ആൾക്കാർ വന്നു. നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ഒരു ഇന്റർവ്യൂവിന് 100 പേര് വന്നാൽ അതിൽ എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ടാവും, എത്ര ജോബ് സീക്കേഴ്സ് ഉണ്ടാവും? Let it be walk-in or whatever it may be. ഏതൊക്കെ രീതിയിലാണ്? ഓക്കെ, വാക്ക് ഇൻ വെച്ചോ. ഇന്റർവ്യൂ ജോബ് ആഡ് ഇട്ടുന്നുണ്ട്. ആ ജോബ് ആഡിനകത്ത് ഈ നമ്മൾ പറഞ്ഞ സാധനങ്ങളൊക്കെ ആ ഡ്രീം റോൾ ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ then you are able to attract. ടിപ്പിക്കൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇന്റർവ്യൂ മോഡില് ഇത് അങ്ങോട്ട് പോയി എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 20% പോലും ആയിരിക്കത്തില്ല കാൻഡിഡേറ്റ്സ്. ഒരു ചലഞ്ച് ഫേസ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ എനിക്ക് നാളെ അല്ല 100-ല് 10 കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ സക്സസ്ഫുൾ എന്ന് ഞാൻ പറയും. പക്ഷെ ഇവിടെ ഇപ്പൊ നമുക്ക് ഇവിടെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, ഫോർ എക്സാമ്പിൾ എനിക്ക് നാളെ ഒരു 15 പേരുടെ ആവശ്യമുണ്ട്. ഇപ്പൊ മാർക്കറ്റിൽ വിടാനായിട്ട് ഒരു 15 പേരുടെ ആവശ്യമുണ്ട്. നമ്മളതിനൊരു നാളെ എന്ന് പറഞ്ഞ സ്ഥലത്താണോ ആദ്യം വന്നത്? അല്ലല്ല, നമ്മൾ ഇന്നത്തെ സിറ്റുവേഷൻസിൽ ഇപ്പൊ ഇതുപോലെ ഒരു റോൾ പ്ലെയറെ കിട്ടാനായിട്ട് ഓക്കെ, അതിന് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തില് നമ്മളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കി, അതിലിപ്പോ ഇത്ര ആളുണ്ടെങ്കിൽ അത് വർക്ക്ഔട്ട് ആവുള്ളൂ എന്നുള്ളൊരു റിക്വയർമെന്റ്, എത്ര മാൻ പവർ വേണമെന്നുള്ള റിക്വയർമെന്റ് നമ്മൾ മെഷർ ചെയ്യുമല്ലോ. അത് മെഷർ ചെയ്ത് എനിക്ക് മനസ്സിലായി എനിക്കൊരു 15 പേര് വേണം, എന്നാലാണ് എനിക്ക് എന്റെ ഒരു സാധനം എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു നിമിഷം അവിടെ നിന്നിട്ട് ഇവിടെ വരെ മനസ്സിലായല്ലോ എല്ലാവർക്കും ക്വസ്റ്റ്യൻ സാറിന്റെ. അപ്പൊ ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് ഉള്ള സാധനത്തിനെ എങ്ങനെ ഡ്രീം റോൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ ആഡിനകത്ത് എടുക്കാൻ പറ്റും എന്നാണ് അടുത്ത നോക്കുന്നത്. അതിന് നിങ്ങൾ 2 ദിവസം എടുത്താലും ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. ഇതാണ് മിസ് ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞ ഒരു നല്ലൊരു JD, as you said, ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഒരു റോളും എഴുതാൻ ഈ പറഞ്ഞ പലർക്കും അറിയില്ല. അല്ല, അത് ഞാൻ പറഞ്ഞു ആ സാധനം. ഞാൻ ഒരു കേസ് പറയാം. ഇപ്പൊ നിങ്ങളെ സാറിന്റെ എനിക്ക് അപ്പൊ ഒരു സ്ട്രാറ്റജിയുടെ ഏതെങ്കിലും 1-2 ഏരിയ പറയാം. അങ്ങനെ ഐ കൻ ടേക്ക് എ ലൈവ് കേസ് ആൻഡ് സേ ദിസ് ഇസ് ഹൗ യു കൻ പ്രസന്റ് ഇറ്റ് ബെറ്റർ. അല്ല, ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പർപ്പസ് ആയിട്ട് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് ഐ വാണ്ട് ടു ക്രിയേറ്റ് എ ഡിങ് ഇൻ ദ യൂണിവേഴ്സ്. അതുമായിട്ട് എല്ലാവരും കണക്ട് അത്ര കളിച്ചാൽ മതി. നമുക്ക് നമ്മളിപ്പോ വേൾഡിൽ അന്തർ മാറ്റാനെന്നുള്ള നോക്കുന്നത് നമ്മുടെ സംരംഭം വെച്ച്. നമുക്ക് പർപ്പസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ രവിയേട്ടന്റെ പർപ്പസ് പോലെ ഇതാണ് സംഭവം. കണക്ട് ചെയ്യണം കഴിഞ്ഞാൽ നല്ല സാധനം നടക്കും. അത് ജിം കോളിൻസ് has written this Good to Great എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അതിനകത്ത് അവർ പറയുന്നുണ്ട്, യു ട്രൈ ടു എൻഷുർ ദാറ്റ് യു ഗെറ്റ് good people into a bus. Once they are inside the bus, don't worry about who will be the conductor, who will be the അവരത് തീരുമാനിച്ചോളൂ. That's another thing. So അത് ചെയ്യണമെങ്കിൽ സാർ ആ പറഞ്ഞ സ്ട്രാറ്റജിയിൽ നിന്ന് അതിനെ എലിമെന്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യണം. ഇതാണ് നമ്മൾ ചെയ്യാൻ നോക്കുന്നത്. ഇപ്പൊ ഇതേ സാധനം ഞാൻ പറയാം. So when I joined Shilen, I was coming back from Hyderabad. I had a personal need to come back. അപ്പൊ ഇങ്ങനെ ജോയിൻ ചെയ്യാനുള്ള കാരണം പുള്ളി പറഞ്ഞു, we are going to do this. This has not been attempted before. I have been told that this is not possible in Kerala. So purpose is very clear. ഈ സാധനം ഉണ്ട്. അപ്പൊ ആകെ ഞാൻ ചെക്ക് ചെയ്തത് ഈ പറയുന്ന സാധനം അപ്പുറത്തെ സ്ഥലത്തുണ്ടോന്നാ. അത് വെബ്സൈറ്റിൽ പോയപ്പോഴത്തേക്ക് മനസ്സിലായി ഇവര് Fortune 500 ഓൾറെഡി ടോപ്പ് 25 വന്ന കമ്പനിയാണ്. അപ്പൊ ചുമ്മാ തരത്തില്ലെന്നറിയാം, അളവ് പോലുണ്ട്. അപ്പൊ ആ സാധനത്തിന് ഇവിടെ കൊണ്ട് ഇടാനുള്ള ചാലഞ്ചാണ്. ഇവിടെ നോക്കണം, ഇടണം. അത് ഇട്ടു. അതുകൊണ്ടാണ് ബാക്കിയെല്ലാം നടന്നത്. ആൻഡ് അതിന്റെ ഒരു ചെറിയ another thing that happened. We didn't realize we are doing this while we are doing it. ഇത് കഴിഞ്ഞിട്ടെല്ലാം മാറിക്കഴിഞ്ഞിട്ടാണ് മനസ്സിലാവും ഇത് ഇത്ര വലിയ പ്രശ്നമാണ്. People are asking, how are you able to attract candidates?
We were looking at it from this perspective. They were we didn't have marketing, but we had some of the people. നമ്മള് തുടങ്ങിയ സമയത്ത് ചലഞ്ചായിട്ട് പറയാന്ന് പറഞ്ഞാൽ ആദ്യം വെച്ച ഒരു 100 പേർക്ക് വേണ്ടി അല്ല, ആദ്യത്തെ 20 പേര് വേറൊരു കാറ്റഗറി കൊണ്ടു. അവരെ പെട്ടെന്ന് നാളെ വേണമെന്നോ ഇതുപോലെ നാളെ കൊടുത്താൽ നല്ലതായിരിക്കും, പക്ഷെ 1 മാസം എടുത്തു എടുക്കാൻ. പക്ഷെ that was a guy. ആൻഡ്രോയിഡ് എല്ലാവർക്കും അറിയാലോ, ഇപ്പൊ എവരിബഡി ഇറ്റ്സ് ലൈക്ക് ബാക്ക് ഓഫ് അവർ ഹാൻഡ് ഓൾറെഡി എവരിബഡി ഈസ് യൂസിങ്. ഈ ആൻഡ്രോയിഡ് ഡെവലപ്പേഴ്സിനെ 2008 ഹയർ ചെയ്യണം. അപ്പൊ ആൻഡ്രോയിഡ് പൊങ്ങി വരുന്നേ ഉള്ളൂ, അതും കേരളത്തിൽ. So we were able to get those people. 15 people, sorry 12 people. അപ്പൊ ചെയ്യാൻ പറ്റുമെന്നുള്ള സാധനം നമ്മുടെ റോളാണത്. ഇറ്റ്സ് അവർ തിങ്. സി വേറെ ആരും ചെയ്യത്തില്ല. ഞാനാണ് ഹയർ ചെയ്യുന്നെങ്കിൽ എന്റെ ടീമിൽ ഒരാളെ എന്തുകൊണ്ട് എടുക്കണമെന്നുള്ള ആ റോളിനെ കുറിച്ച് ഇപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ ഇന്റർവ്യൂ ഐ ഡിഡ് ടുഡേ. വി ആർ ലുക്കിംഗ് ഫോർ ഫെസിലിറ്റേറ്റർ, ഈ പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു. അപ്പൊ പേഴ്സണൽ അസിസ്റ്റന്റ് ഫോർ CHRO ആൻഡ് CIO രണ്ടുപേർക്കും വേണ്ടി ഇവിടെ വന്നിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദ നീഡ് ഫോർ ദിസ് റോൾ? അത് ജോബ് സീക്കർ ആണെന്ന് കട്ടാന്ന് പറഞ്ഞു. അത് അയാൾക്ക് ഗ്രോ ചെയ്യാനാണ് മറ്റേതാണെന്ന് പറഞ്ഞത്. ആൻസർ വന്നു. സോ ഐ കുഡ് റീച്ച് ഹിയർ ഓൺ ടൈം ബിക്കോസ് ഇറ്റ് ഹാഡ് ടേക്കൻ half an hour more than I would have got here. So typically I look at it 20 minutes, 30 minutes. So the first thing was then I don't know. Okay, so what happened was that person had taken a telephonic interview. So my junior had the occasion to explain the role to her. അപ്പൊ അത് നടന്നെന്ന് എനിക്കറിയാം. അത് വേണ്ട ചോദിക്കും. എന്നിട്ടും ചോദിക്കുന്നില്ലെങ്കിൽ പിന്നെ വന്നിട്ട് നടക്കാൻ പോകുന്നൊന്നും ഈ പറഞ്ഞ പോലെ ആയിരിക്കത്തില്ല. ആ റിസ്ക് നമ്മൾ എടുത്തേ പറ്റും. അതാണ് ഞാൻ പറയുന്നത്. സാർ പറഞ്ഞത് ലോട്ട് ഓഫ് പീപ്പിൾ ഡോണ്ട് ഡു ദാറ്റ്. We look at basic requirement like for sales and marketing or for something. How can you present it in a dream way? ഈ സ്വപ്നമായി കാണുന്ന സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സാർ ഇപ്പോൾ പറയുന്നത് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡിഫറെന്റ് ലെവൽ. ഞാനൊരു ഇവിടെ നിങ്ങളുടെ എക്സാമ്പിൾ എടുത്തു. There is the way I did this is very different because this is okay. Let me take. I'll not take this. There is a concept. Suppose you have a role. You have a dream role. A dream role. This is a role ഉണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് സാർ പറഞ്ഞ എന്തായാലും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. സെയിൽസ് സാർ പറഞ്ഞത് അല്ല അതാ പറഞ്ഞു. ഞാൻ എന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താലേ അടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അവര് തമ്മിൽ എങ്ങനെയാണ് ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത്, എത്ര സെയിൽ വെച്ചാണ് ചെയ്യുന്നത്, ഒരു ദിവസം എത്ര, അപ്പൊ പുഞ്ചിരിക്ക് വിലയെ. ഇത് എല്ലാം അളക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അത്രയും ഗ്രാൻഡറായിട്ട് പോകേണ്ട കാര്യവുമില്ല. പെട്ടെന്ന് പറയുന്നത് ഒരു അതായത് 10 പേരെ കണ്ടാല് 5 പേരെ കൊണ്ട് വാങ്ങിച്ചിരിക്കണം 5000 രൂപയുടെ സാധനം. അളക്കാൻ മേലെ അളവ് പോലായി. You give me another example, I'll attempt. ഞാനിപ്പോ എല്ലാം ഈ 1/2 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുന്നല്ല, പക്ഷെ ഇറ്റ് ഇസ് പോസിബിൾ. ആൻഡ് ബൈ ദ വേ ഇറ്റ് ഇസ് യുവർ റോൾ. നിങ്ങളുടെ സ്വന്തം, നിങ്ങളുടെ സംരംഭം, നിങ്ങളുടെ ക്ലോസ് ആയിട്ടിരിക്കുന്ന സാധനമാണ്. അതിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ സിറ്റുവേഷൻ വേക്കൻഡിൽ ആരായിരിക്കും നോക്കുന്നതാണ്. ഒരു മിനിറ്റ്, അപ്പം ഞാൻ നോക്കുമ്പോ ആരും കിട്ടുന്നില്ല, എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ അത് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോ വലിയ കമ്പനികൾ സ്ഥിരമായിട്ട് ബുധനാഴ്ച ഈ സിറ്റുവേഷൻ മേഖലയിൽ ജോലിക്ക് ആളെ ആവശ്യമില്ല. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് മാത്രമല്ല വലിയ കമ്പനികൾക്ക് ഇവിടെ ജോലിക്ക് ആളെ കിട്ടുന്നില്ല. ഇപ്പൊ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് പേഴ്സണ് കൃത്യമായിട്ട് കിട്ടാത്തതാണ്. മണിയോ അതല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ നോഹോ ഒന്നും അല്ല ഇവിടെ ബിസിനസ് ചെയ്യാൻ ഏറ്റവും വലിയ പ്രശ്നം. കേരളത്തിൽ കൃത്യമായിട്ടുള്ള ആളെ കിട്ടാത്ത പ്രശ്നം. പല സമയത്തും പല ഇതിലും ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു ഇന്റർവ്യൂ ചെയ്ത് പുതിയ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ ഒരു മാനസിക സന്തോഷം അനുഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുധനാഴ്ചത്തിൽ പേപ്പർ എടുത്ത് നോക്കുമ്പോ എന്നെക്കാട്ടും വലിയ കമ്പനിക്കാർക്കും ആളെ കിട്ടുന്നില്ല. അവർ റിപ്പീറ്റഡ് ആയിട്ട് ഇതില്ല. അപ്പൊ ഞാനൊരു ശ്രമിച്ചു നോക്കിയെന്ന് അവരുടെ HR-നെ വിളിച്ചിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടാത്തവരുടെ പേടം എടുക്കാന്ന്. അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾക്ക് ആളെ വരുന്നില്ല എന്ന് അവര് പറയുന്നത്. അപ്പൊ സാറ് പറഞ്ഞ ഇതൊന്നും എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. എങ്ങനെയാ ഇവരെ ഇന്റർവ്യൂ ചെയ്തത്? ഇവര് പറഞ്ഞത് എന്താ പറഞ്ഞ സെയിൽസ് ഗേൾ അവരെ വിട്ടോ, അക്കൗണ്ടന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഈവൻ ഏതെങ്കിലും ട്രാൻസ്പോർട്ട് മാനേജർ ആരെയും കിട്ടുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ജോലിയെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ
അതിനെക്കുറിച്ച് ഡ്രീമായിട്ട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ വരുന്നവർ അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. ജോബ് സീക്കർ തന്നെ അട്രാക്ട് ചെയ്യും. അതല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇഫ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഓർ പാഷനേറ്റ് അബൌട്ട് എക്സ്പ്ലെയിനിങ് ഇറ്റ്, വേറെ ആര് പറയും? Anish, can I add to it? Yeah. So, ഇതിനൊരു റെലവൻസ് എന്ന് പറയുന്നത് എന്നൊരു ലൈവ് എക്സാമ്പിൾ വെച്ച് പറയാം. പേർപ്പസ്, ഓട്ടോണമി, മാസ്റ്ററി, ഈ 3 പോയിന്റ്സ് ആണ് ഇന്ന് അനീഷ് ഡിസ്കസ് ചെയ്തത്. ഒരു ജോബ് റോളിലുള്ള പേർപ്പസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ് ഒരു ഓൺടർപ്രണറിന്റെ ഒരു കഴിവ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഏറ്റവും കൂടുതൽ ഒരു റോൾ ആവശ്യം വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു കോസ് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ ആ എംപ്ലോയീസിനും അതിലൊരു പേർപ്പസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് ടേക്ക് ദെയർ കേസ് ടുഡേ. ഇവർ ചെയ്യുന്നത് ഒരു പ്രൊഡക്ഷൻ ആണ്, PVC ആണ്, ഇതൊക്കെയാണ്. പക്ഷെ അതിലൊരു പേർപ്പസ് ചെറുതായിട്ടെങ്കിലും വന്നിട്ടുണ്ട്, വിച്ച് ഇസ് എവറി പേഴ്സൺ ഹു ഹാസ് ഇൻവെസ്റ്റഡ് ഇൻ ടു ദിസ് ബിസിനസ്. അവരെല്ലാവരും അവരുടെ സ്വന്തം ബിസിനസ്സിന് പോലെ അവരത് ട്രീറ്റ് ചെയ്യുന്നു. സോ അവരുടെ കൂടെയുള്ള ആൾക്കാരെ റെഫർ ചെയ്യും ഈ കമ്പനിയോട് ജോലി ചെയ്യാനായിട്ട്. യെസ് ഓർ നോ? റൈറ്റ്? സോ അതൊന്ന് ഒരു മോഡൽ. ഐ ഷെയർ മൈ ഓൺ പേഴ്സണൽ എക്സാമ്പിൾ. ഐ ഹോപ്പ് മെനി ഓഫ് യു നോ അബൌട്ട് മൈ ഇനിഷ്യേറ്റീവ് പ്രയാണയിൽ ഇന്ന് എനിക്ക് ഓൾ ഓവർ കേരള ഐ ഹവ് ഗോട്ട് 30 ഗേൾസ് ഹു ആർ വർക്കിംഗ് ആസ് അംബാസിഡേഴ്സ്. ഈ 30 കുട്ടികളും ഓൾ ഓവർ കേരളയിൽ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്രോജക്റ്റിൽ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 പൈസ ഞാൻ കൊടുക്കാതെ ദേ ആർ വർക്കിംഗ് ഫോർ മീ. Why? Because there is a cause which I am working for. ഈ കോസ് എന്ന് പറയുന്നത് എംപ്ലോയബിലിറ്റി സ്കിൽസ് ആണ് ഗേൾ സ്റ്റുഡൻസിൻ്റെ, അല്ലെങ്കിൽ വർക്കിംഗ് കരിയർ, വിമൻ കരിയർ എന്നുള്ള ഒരു കോസിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ പ്രോജക്റ്റ് റൺ ചെയ്യുന്നത്. ആ കോസിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട്, നേരത്തെ പറഞ്ഞ ഫ്രീ ആയിട്ട് അവരുടെ എക്സ്ട്രാ ടൈമിൽ ദേ ആർ വർക്കിംഗ് ഫോർ മീ. ദേ ആർ ഓൾ എംപ്ലോയീസ് ഫോർ മീ റൈറ്റ് നൗ. സോ നമ്മളൊരു കോസ് ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി ഫോർ എവറി ബിസിനസ്, ബട്ട് ഇറ്റ് ഇസ് പോസിബിൾ. അതുകൊണ്ട് ശരിക്കും നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കി എടുക്കാന്നാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയൊരു സർവീസ് ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പ്രോഡക്റ്റ് ആയിരിക്കാം. പക്ഷെ അത് ഏത് രീതിയിലാണ് സൊസൈറ്റീനെ ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ അതിനൊരു മീനിങ് കണ്ടെത്തി ആ മീനിങ് നിങ്ങളുടെ എംപ്ലോയീസിനെ ഹയർ ചെയ്യുമ്പോഴും അത് പാസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു പാഷൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഐ എം ഷുവർ ദിസ് കുഡ് ബി ഡൺ. ഇറ്റ്സ് നോട്ട് ഈസി, ഡെഫിനറ്റ്ലി. അതൊന്ന് എന്താ പറയുക, അതൊരു ടഫ് ജോബാണ്, ബട്ട് യെസ്. Thanks, Sandra. So, you have... I have some. Actually, ഇപ്പോൾ ജസ്റ്റിൻ ചേട്ടൻ ചോദിച്ചത്, ഒരു അക്കൗണ്ടന്റിനെ നമ്മൾ ഒരു ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുക, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് നമുക്ക് അട്രാക്ട് ചെയ്യാൻ നമുക്ക്? അതല്ല ചോദിച്ചത്. ഈ അക്കൗണ്ടന്റ് എന്റെ ഓഫീസ് വരെ ഇന്റർവ്യൂവിന് വരാനുള്ള കാര്യം ആദ്യം വന്നാലിന്റെ അടുത്ത് ഞാൻ ചോദിക്കാം. ഈ അക്കൗണ്ടന്റ് ആദ്യത്തെ തന്നെ ഇഷ്ടം പോലെ വേക്കൻസി ഉണ്ട്, ഇവരിത് ഇങ്ങനെ നോക്കിയിട്ട് നമ്മുടെ അടുത്ത് വരണ്ടേ? എന്താണ് മോട്ടിവേഷൻ കൊടുക്കുന്നത്? അതില് ഞാൻ ആക്ച്വലി ഈ പറയുന്ന ജസ്റ്റിൻ പറയുന്ന ആ ഒരു ലെവലിൽ ഒരു 3 വർഷം മുമ്പ് ഇരുന്ന ആളാണ്. ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഓട്ടോമാറ്റിക്കലി വലിയ കമ്പനികൾ ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷെ ഞാൻ പഠിച്ചൊരു ഏറ്റവും മെയിൻ ആയിട്ടൊരു കാര്യം, നമ്മളൊരു ഫസ്റ്റ് ഒരാൾ ഇന്റർവ്യൂവിന് വന്നു. ആ ഇന്റർവ്യൂവിന് വന്ന ഒരു കാൻഡിഡേറ്റിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? അവർക്കൊരു ചായ കൊടുക്കുന്നതായിരിക്കില്ല, അങ്ങനെയല്ല. നമ്മളുടെ ഒരു ഡ്രീം, ഇപ്പോ നോർമലി ഒരു മുതലാളി തൊഴിലാളി കൺസെപ്റ്റ് ആരും ഇപ്പൊ എടുക്കുന്നില്ല. എല്ലാവരും ചിന്തിക്കുന്നത് എന്താ, നമ്മളൊരു കോമൺ ഡ്രീം ഉണ്ട്, ഈ ഡ്രീം അച്ചീവ് ചെയ്യാനുള്ള ഒരു ടീമിലേക്കാണ് നിങ്ങളെ ഞാൻ ആഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മളുടെ പർപ്പസിനെ കണക്ട് ചെയ്യാൻ പറ്റണം. ഇപ്പൊ നോർമലി ചിലപ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കഴിവുള്ള ആളായിരിക്കില്ല. പക്ഷെ ഈ വ്യക്തി എന്ത് ചെയ്യും, നാളെ പുള്ളിയുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്ത് പോയി പറയും, എന്ത്, ഞാൻ ഈ കമ്പനിയുടെ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു, അവരെങ്ങനെയൊക്കെ ചോദിച്ചു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദീസ് പീപ്പിൾ ഈസ് ഗോയിങ് ടു അനദർ ബ്രാൻഡ് അംബാസിഡർ ഫോർ us. വേർഡ് ഓഫ് മൗത്ത് വരും. ഇപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് അക്കൗണ്ടിങ് ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പൊ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യം, ഓക്കെ, നിങ്ങൾ എന്തുകൊണ്ടാണ് അക്കൗണ്ടന്റ് ആവാൻ പോകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു ബേസിക് ക്വസ്റ്റ്യൻ ആയിരിക്കും ഞങ്ങൾ ആദ്യം ചോദിക്കുക. അപ്പോ ചിലപ്പോൾ ഞങ്ങൾ കിട്ടുന്ന ആൻസേഴ്സ് ഇതൊക്കെ ആയിരിക്കും. ഒന്ന്, ഞാൻ ബികോം കഴിഞ്ഞു എനിക്ക് അക്കൗണ്ടന്റ് അല്ലാതെ വേറെ ജോലി കിട്ടാനുള്ള സാധ്യതയില്ല. പക്ഷെ ഈ ബികോമിൽ തന്നെ ആ ഒരു വ്യക്തി, ഇപ്പൊ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞൊരു മോഡ് നമ്മുടെ കയ്യിലുണ്ട്, എല്ലാവർക്കും സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ടൂളാണ്. ഇത് എത്രമാത്രം അവർ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റിനേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ചുറ്റുവട്ടത്തിലുള്ള പല ആൾക്കാർക്കും
ചിലപ്പോൾ സംസാരിക്കാൻ അറിയില്ലായിരിക്കാം. നമ്മളിപ്പോൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഫസ്റ്റത്തെ ചലഞ്ച് ഇവരെല്ലാവരും സംസാരിക്കാൻ വളരെ മിടുക്കന്മാരായിരിക്കും ചിലപ്പോൾ. പക്ഷെ നമ്മൾ ഈ സാധനം ഹയർ ചെയ്ത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിയുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക ഇവരുടെ സംസാരത്തിന് അപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പൊ ഇവിടെ സംസാരിക്കാത്ത ആൾക്കാരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓഫീസിൽ വരുന്ന ഇന്റർവ്യൂവിന് വരുന്ന ഒരു 2 പേരെ തന്നെ നമ്മുടെ പർപ്പസ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഞാൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഒരു ഡ്രീം ആയിരിക്കാം. കാരണം ഞങ്ങളൊരു ടെക്നിക്കൽ കമ്പനിയാണ്. ആ ടെക്നിക്കൽ കമ്പനി ഞങ്ങളിപ്പോ ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറഞ്ഞൊരു ഡൊമൈനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ അവരുടെ അടുത്ത് പറയും ഞങ്ങളിപ്പോ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക് വെഹിക്കിളിലാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഒരു 2 ക്വസ്റ്റ്യനെങ്കിലും തിരിച്ച് ചോദിക്കും. അല്ല സാറേ ഇലക്ട്രിക് വെഹിക്കിൾ വരുമ്പോൾ അത് ഇവിടെ ഇന്ത്യയിൽ ഓടും, അതിന് റോഡിൽ പ്രശ്നം ഉണ്ടാവില്ലേ? ഓക്കെ. സോ ദിസ് ഈസ് എ തിങ് വാട്ട് വി വർക്ക്ഡ് ഓൺ ആൻഡ് അട്രാക്ട് ദ ടാലന്റ്. ഇതുപോലത്തെ എക്സാമ്പിൾസ് എടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്കിത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പലരും നമ്മുടെ തന്നെ റോൾ അതിനകത്ത് നിന്ന് മാറ്റി വെച്ചിട്ടാണ് പറയുന്നത്. പല സംഭവം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഔട്ട്സോഴ്സ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പം ഞാനത്തെ എക്സാമ്പിൾ പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു അക്കൗണ്ടിനെ വേണം. ഇത് അക്കൗണ്ടിന്റെ കേസ് ഒത്തിരി വരുന്ന അതിൻ്റെ നിങ്ങൾ എന്താ കമ്പനി എന്താ ചെയ്യുന്നതാണ്. അപ്പൊ അക്കൗണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾ വരും. യു വിൽ ബി ഏബിൾ ടു അട്രാക്ട് സച്ച് ജോബ് സീക്കേഴ്സ്. വരും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഡിസ്ക്രിഷണറി എഫേർട്ട്, അതായത് സ്വന്തം ഇഷ്ടത്തോടെ ഉള്ള ചെയ്യുന്ന സാധനം കണ്ട് മുമ്പിലുണ്ട് സാധനം കാണത്തില്ല. അപ്പൊ അവർക്ക് തന്നെ ആ സാധനം ടിക്ക് ചെയ്താൽ മതി. ആൻഡ് ഇത് മെജോറിറ്റി ഇങ്ങനെ ആയിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് നിങ്ങൾക്ക് ഇദ്ദേഹം 20% കിട്ടിയാൽ മതി, അവർ ചെയ്തോളും. ബാക്കി 20% അറ്റംപ്റ്റ് ചെയ്താൽ ഈ പറഞ്ഞ പോലെ എല്ലാം നമുക്ക് പറയും. നിങ്ങൾക്ക് ഒരു 10 പേരുണ്ടെങ്കിൽ അറിയാം 1-2 പേരാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ആൾക്കാരെ എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റും? ബാക്കിയുള്ളത് ചിലപ്പോൾ നമ്മൾ പെർഫെക്ഷനിലോട്ട് നോക്കണ്ട. 80% ഈ പറഞ്ഞ ജോബ് ഇത് ആയിരിക്കണമെന്നില്ല. ഉണ്ടായ നല്ലതാണ്. ദാറ്റ് ഈസ് വാട്ട് ദീസ് കമ്പനീസ് ഡു. അപ്പൊ ഇത് പറ്റുന്ന പറഞ്ഞാൽ വേറെ രസമുണ്ട്. ഇപ്പൊ ഈ നല്ല കമ്പനിയുടെ എക്സാമ്പിൾ പറയുമ്പോൾ അടുത്ത കമ്പനി തുടങ്ങാൻ പോകുന്നുണ്ട്. അതിനകത്ത് ഗൂഗിളിൽ നിന്ന് പോയിട്ടാണ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത്. അപ്പൊ അങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങള് ഇവിടെ ഇൻഫോപാർക്ക് ഞങ്ങൾ നടത്തിയ കമ്പനിക്കകത്തുനിന്ന് 4 പേര് വിട്ടുപോയിട്ട് വേറെ കമ്പനി തുടങ്ങി. അത് നമുക്ക് അതാ പറഞ്ഞ അത് ഇപ്പം യൂണിലിവർ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഇത് ഇന്ത്യയിലുള്ള CEO ആയിട്ടുണ്ടായിരിക്കുന്ന ആൾക്കാരുടെ ഒരു 25-30% ആൾക്കാർ വന്നത് യൂണിലിവറിനായിരിക്കും. HLL ആൻഡ് യൂണിലിവർ. അപ്പൊ അതെല്ലാം അവര് ഈ പറഞ്ഞ സിറ്റുവേഷൻ തന്നെയാണ് പറയുന്നത്. നമ്മുടെ ബേസ് ഓഫ് ഈ നമ്മൾ പഠിക്കേണ്ട സാധനം ഇങ്ങനെ ഇപ്പം പ്രചോദനം ഉണ്ടാകുന്ന രീതിയിൽ എങ്ങനെ നമ്മളുടെ സംരംഭത്തിനെ പ്രസന്റ് ചെയ്യാൻ പറ്റും. അത് പ്രസന്റ് ചെയ്യുന്നത് വേറൊരാൾക്ക് കൊടുക്കരുത്, നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങളെ എസ്പെഷ്യലി ഇപ്പൊ നിങ്ങൾ വളരുന്ന സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾ തന്നെയായിരിക്കും ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ HR-ന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞാൽ HR കുഴപ്പമൊന്നുമില്ല, ഞാനൊക്കെ ചുമ്മാ ചെയ്യുന്നുള്ളൂ. അത് പ്രശ്നം തുടങ്ങുന്നത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ലീവ് കൊടുക്കുന്നതിന്റെ പ്രശ്നമായിട്ട് വരും. അപ്പൊ മനസ്സിലാവും ഡിസ്ക്രിപ്ഷൻ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ അവര് ലീവ് ഒന്നും എടുക്കുക, അവര് ചെയ്തിട്ട് വീട്ടിൽ പോയിരുന്നാണ് ആ പണി ചെയ്തോളും. മനസ്സിലാവും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ? അത് മെജോറിറ്റി ആയിരിക്കത്തില്ല. അല്ല അത് അതിനെയാണ് കണക്ട് ചെയ്യുന്ന സാധനം. അതിന് HR പേര്. ഇൻഫാക്ട് എന്റെ ക്ലയൻസിനെല്ലാം ഞാൻ HR പേര് മാറ്റുക ചെയ്യുന്നത്. കാരണം HR എന്ന് പറഞ്ഞാൽ ഓൾറെഡി അഡ്മിൻ ആണ്, മറ്റാണ് തല കിടക്കുന്നത്. എന്റെ HR അത് ചെയ്യുന്നു പറഞ്ഞ് കോളമായിട്ടിരിക്കുക. അപ്പൊ പിന്നെ ഏറ്റവും എളുപ്പം പറയാൻ ഇത് ഞങ്ങൾ HR അല്ലെന്ന് പറഞ്ഞാൽ ഇത് വേറെന്തോ സാധനമാണെങ്കിലും ഓർക്കും. കൺഫ്യൂഷൻ ഉള്ള നടത്തി, അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളിലും ഓഫീസുകളിലൊക്കെ നമ്മളിപ്പം ഹെയർ ചെയ്തോണ്ട് ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ലോങ് ടൈം ഇഷ്യൂ പറഞ്ഞ പല സാധനങ്ങളും ഒരു ലോങ് ടൈം ഫോർമാറ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു പ്രോസസ് പോലെ ആക്കി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 6 months or 1 year time we can actually reap the benefits of it. മനസ്സിലായ കാര്യമാണ്. അല്ലാണ്ട് ഇപ്പം നാളെ എനിക്കൊരു കോർഡിനേറ്റർ അല്ലെങ്കിൽ ഒരു HR മാനേജർ ഹെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വേർഡ് ഓഫ് മൗത്ത് അല്ലെങ്കിൽ ആ ഒരു അപ്പം ഈ പുള്ളി പറഞ്ഞ പ്രോബ്ലം നമുക്ക് നാളെ പോയിട്ട് ഒരാളെ നോക്കാൻ ആള് വരുന്നില്ല. ഇപ്പം ഞാൻ എന്താണ് ഞാൻ പറഞ്ഞതിനകത്ത് എന്താണ് അട്രാക്ട് ചെയ്യാൻ പറ്റാത്തത്? വലുതോ ചെറുതൊന്നും ഇല്ല അതിനകത്ത്. വലുതോ ചെറുതൊന്നും നമ്മളുടെ മനസ്സിൽ കിടക്കുന്നതാണ്. ആൻഡ് സാറ് പറഞ്ഞ പോലെ ഇത് പ്രോസസ് ആയിട്ടില്ല. ആദ്യത്തെ ഹയർ തൊട്ട് ഇങ്ങനെയാ ചെയ്യുന്നത്. വേണമെന്നില്ല. അത് ദാറ്റ് ഈസ് അവർ മൈൻഡ് സെറ്റ് ദാറ്റ് വി സേ ഒക്കെ വരുന്നുള്ളെന്ന്. അങ്ങനെ വെച്ചാൽ പിന്നെ നമുക്ക്
ജോബ് സീക്കർ ആയിട്ട് അല്ല ചേട്ടൻ ഞാൻ പറയട്ടെ, ഇത് നമ്മൾ ഉപയോഗിച്ച എക്സാമ്പിൾ എല്ലാം 2009 സാധനങ്ങളല്ല. ഉണ്ട്. അല്ല സോ ഓക്കെ, യു ഹാവ് എ ഗുഡ് പോയിന്റ്. ദാറ്റ് മീൻസ് ചില സ്ഥലത്ത് റൂഡിമെന്ററി കോഗ്നിറ്റീവ് സ്കിൽസ് മതി. Then you don't do this. അതെ, നമുക്ക് സെപ്പറേറ്റ് പ്രോഗ്രാം എന്താ വെച്ചാൽ ഇവിടെ ഡിഫറെന്റ് ആളുകൾക്കുള്ള ഡിഫറെന്റ് പ്രോബ്ലം ആണ്. കാര്യം സെയിം ഇതിൽ തന്നെയുള്ള ഡിഫറെന്റ് പ്രോബ്ലം. സോ വിൽ വൈൻഡ് അപ്പ്. Thank you. I enjoyed talking to you.